മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സ ദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, അന്ന് പഠിച്ചതിന്റെ ബാക്കി ഇന്ന് നോക്കണം. നോക്കിയിട്ട് ഒരു എക്സാമ്പിളും കൂടി ഇന്ന് തുടങ്ങണം. ബാക്കി കുറച്ച് നോക്കിയതിന് ശേഷം എക്സാമ്പിൾ തുടങ്ങാം. എക്സാമ്പിൾ തുടങ്ങുമ്പോൾ ബാക്കി അതിന്റെ കൂടെ ചേർന്ന് പറയേണ്ടത് കൂടി പറഞ്ഞു വരാം. ഇനി നമുക്ക് ഈ നിവേദ്യത്തിനെ സൂചിപ്പിക്കുന്നത് 3ഉം 8ഉം ഭാവം കൊണ്ടാണെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ? റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. 3ആം ഭാവം കൊണ്ട് നിവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ആം ഭാവത്തിലോ, 3ആം ഭാവം സാധാ നിവേദ്യം, അഷ്ടമം എന്ന് പറയുന്നത് മഹാനിവേദ്യം. 3ലോ 8ലോ പാപഗ്രഹങ്ങൾ നിന്നാൽ നിവേദ്യത്തിന് ദോഷമുണ്ടെന്ന് പറയാം. 3ലോ 8ലോ പാപഗ്രഹം എന്ന് വെച്ചാൽ പാവാധിപൻ അല്ലാത്ത പാപഗ്രഹമായിരിക്കണം. പാപഗ്രഹം എന്ന് വെച്ചാൽ പാവാധിപൻ ആവരുത്. പാവാധിപൻ ഭാവത്തിൽ നിന്നാൽ നല്ലതേ പറയാവൂ. 3ലോ 8ലോ പാപഗ്രഹങ്ങൾ നിന്നാൽ നിവേദ്യ ദോഷമാണ്. അത് എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, 3ല് ശനി നിന്നാൽ നിവേദ്യം കുറഞ്ഞുപോയി, സ്വാദില്ല എന്നൊക്കെ പറയണം. ശനി സ്വാദിന്റെ ആളാണ്, സ്വാദില്ല, കുറഞ്ഞുപോയി എന്നൊക്കെ പറയണം. 3ല് ശനി നിൽക്കുകയോ ശനിയുടെ ദൃഷ്ടി വരികയോ, അല്ലെങ്കിൽ 8ല് ശനി നിൽക്കുകയോ ശനിയുടെ ദൃഷ്ടി വരികയോ ചെയ്താൽ പറയണം. ചൊവ്വയാണെങ്കിൽ കരിഞ്ഞുപോയി, മുടങ്ങിപ്പോയി എന്നൊക്കെ പറയണം. കരിഞ്ഞു, മുടങ്ങി എന്നൊക്കെ പറയണം. ഇനി ചന്ദ്രനാണെങ്കിൽ, സൂര്യനാണെങ്കിൽ വേവ് കുറവ് എന്ന് പറയണം. ചന്ദ്രനാണെങ്കിൽ വേവ് കൂടിപ്പോയി എന്ന് പറയണം. രാഹു കേതുക്കളാണെങ്കിൽ, രാഹു കേതു ഗുളിയനാണെങ്കിൽ, ഗുളിയനോ രാഹു കേതുക്കളാണെങ്കിൽ പ്രാണികളും മറ്റും ചത്തു വീണിട്ടുണ്ട്, തലമുടി കിടപ്പുണ്ട് എന്നൊക്കെ പറയണം. കേതുവിന് പ്രാണികൾ ചത്തെന്ന് പറയാം, രാഹുവിന് പ്രാണികൾ ചത്തിട്ടുണ്ട്, തലമുടി കിടപ്പുണ്ട് എന്നൊക്കെ പറയണം. ഇങ്ങനെ നമ്മളിത് പഠിച്ചു വച്ചിരുന്നാലേ പറ്റുള്ളൂ. 3ഉം 8ഉം നിവേദ്യ പാവങ്ങളാകുന്നു. ഒന്നുകൂടി പറയാം, 3ഉം 8ഉം നിവേദ്യ പാവങ്ങളാണ്. ഈ പാവത്തിൽ എവിടെയെങ്കിലും പാപഗ്രഹങ്ങൾ നിൽക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിവേദ്യത്തിന് ദോഷമുണ്ട് എന്ന് പ്രവചിക്കാം. നിവേദ്യ ദോഷം പറയാം. 3ലോ 8ലോ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ നിവേദ്യ ദോഷം പറയാം. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, 3ല് നിൽക്കുകയോ നോക്കുകയോ ചെയ്യുന്നത് ശനിയാണെങ്കിൽ നിവേദ്യം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ സ്വാദില്ല, തണുത്തുപോയി, ഇങ്ങനെയൊക്കെ പറയണം. ശനിക്ക് നിവേദ്യം കുറവ്, സ്വാദില്ല, തണുത്തുപോയി. നിവേദ്യം കുറവ്, ശനി കുറവിന്റെ ആളാണ്. സ്വാദില്ല, തണുത്തുപോയി. ചൊവ്വയാണെങ്കിൽ കരിഞ്ഞുപോയി, മുടങ്ങിപ്പോയി എന്നൊക്കെ പറയണം. കരിഞ്ഞുപോയി, മുടങ്ങിപ്പോയി എന്നൊക്കെ പറയുക. സൂര്യനാണെങ്കിൽ വേവ് കുറവ് എന്ന് പറയണം. ചന്ദ്രനാണെങ്കിൽ വേവ് കൂടുതൽ എന്ന് പറയണം. രാഹു കേതുക്കളാണെങ്കിൽ തലമുടി കിടപ്പുണ്ട്, ജന്തുക്കൾ, പ്രാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകളുടെ വലിയ ഉറുമ്പുകള്, പുഴുക്കള്, ഇങ്ങനെയൊക്കെ അരിക്കാതെ കെടുക, ശരിക്കും പറഞ്ഞാൽ വൃത്തിയാക്കാതെ നന്നാ വെള്ളത്തിലിട്ട് കഴുകാതെയും പിന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് വാങ്ങിച്ചുകൊണ്ടെന്ന് അതുപോലെ എടുത്തങ്ങ് തട്ടുന്നതായിരിക്കും. പെട്ടെന്ന് ധൃതി കൂട്ടിയൊക്കെ വരുമ്പോൾ പൂജയ്ക്ക് ആളൊക്കെ കുറവായിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഷ്ഠ ഉണ്ടാവും, ഒരു പോറ്റിയെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് എടുത്തൊക്കെ കഴുകാതൊക്കെ എടുത്തൊക്കെ അങ്ങ് തട്ടും.
അങ്ങനെയൊക്കെ തട്ടുമ്പം പറ്റുന്നതാണ്. അപ്പോൾ ചന്ദ്രനാണ് വേവ് കൂടുതലായി പോയെന്നാണ്. സൂര്യനാണെങ്കിൽ വേവ് കുറഞ്ഞു പോയെന്നാണ്. രാഹുകേതുക്കളാണെങ്കിൽ പ്രാണികൾ ചത്ത് കിടപ്പുണ്ടെന്ന് പറയുന്നത്. മാന്നിക്കും പ്രാണികൾ ചത്ത് കിടപ്പുണ്ടെന്ന് പറയുന്നത്. രാഹുകേതുവിന് പ്രാണി ചത്ത് കിടപ്പുണ്ട്, തലമുടി കിടപ്പുണ്ട് എന്നൊക്കെ പറയുക. ഇതാണ് കാര്യം. ഒന്നുകൂടെ പറയാം. 3ഉം 8ഉം ഭാവങ്ങൾ നിവേദ്യ ഭാവങ്ങളാകുന്നു. ഇവിടെ പാപഗ്രഹത്തിന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ നിവേദ്യ ദോഷം പറയണം. അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ പാപഗ്രഹങ്ങളെ കൊണ്ടാണ് പറയേണ്ടത്. ശുഭഗ്രഹങ്ങൾ നിന്നാൽ കുഴപ്പമില്ല. പാപഗ്രഹത്തിൽ ശനിയുടെ യോഗമോ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാൽ എന്തോന്നു അളവിൽ നിവേദ്യം കുറവായി പോയി, തണുത്തുപോയി, സ്വാദ് കുറവ് എന്നൊക്കെ പറയണം. നിവേദ്യം കുറവ്, തണുത്തുപോയി, സ്വാദ് കുറവ്. ചൊവ്വയാണെങ്കിൽ കരിഞ്ഞുപോയി, മുടങ്ങിപ്പോയി എന്നൊക്കെ പറയണം. മുടക്കം. സൂര്യനാണെങ്കിൽ വേവ് കുറവ്, ചന്ദ്രനാണെങ്കിൽ വേവ് കൂടുതലായിപ്പോയി. രാഹുകേതുക്കളാണെങ്കിൽ തലമുടി കിടപ്പുണ്ട്, പ്രാണികൾ ചത്ത് കിടപ്പുണ്ടെന്ന്. കേതുവിന് മാന്തിക്കും പ്രാണി ചത്ത് കിടപ്പുണ്ടെന്ന് പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് എഴുതുമ്പോൾ ക്ലിയർ ആവും. എഴുതുമ്പോൾ ക്ലിയർ ആവൂലേ? ക്ലിയർ ആവുമല്ലോ. അതെ. അടുത്തിനി ഏതൊക്കെ കൊണ്ട് പറയണം? ഈ എപ്പോഴിങ്ങനെ നമ്മളിത് പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങളെ കൊണ്ടാണ് ഓരോ. അപ്പോൾ അടുത്ത് ചോദിക്കും എന്തിലാണ് പ്രാണി ചത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിവേദ്യത്തിനാണ് കരിവ് വന്നത്? പായസത്തിനാണോ, പാലിനാണോ, പാൽപായസത്തിനാണോ എന്തിനാണ് കരിവ് വന്നത്? അല്ലെങ്കിൽ എന്തിനാണ് സ്വാദ് കുറവ് വന്നത്? അവല് പൊരിയൊക്കെ വയ്ക്കുന്നിടത്തുള്ള കുഴപ്പമാണോ? അവല് പൊരിയിലാണോ ചിലപ്പോൾ പ്രാണികൾ ചത്ത് കിടക്കുന്നത്? അല്ലെങ്കിൽ തേനിലാണോ, ശർക്കരയിലാണോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. അതിലേക്ക് സൂര്യനാണ് 3ൽ നിൽക്കുന്നു അല്ലെങ്കിൽ 3ൽ നോക്കുന്നു എന്നുണ്ടെങ്കിൽ വെറ്റില, അടയ്ക്ക, കിഴങ്ങുകൾ, നവധാന്യങ്ങൾ ഇവരെയൊക്കെ പറയണം. ഇതിലാണ് കുഴപ്പമെന്ന് പറയുന്നത്. വെറ്റപാക്ക്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, നവധാന്യങ്ങൾ. ചില കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വയ്ക്കുന്നത് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, ചില സ്ഥലങ്ങളിലും ഉണ്ടാവും. നവധാന്യങ്ങള്, കിഴങ്ങ് വർഗം, നവധാന്യം, വെറ്റപാക്ക്, കിഴങ്ങുകള്, നവധാന്യങ്ങള്, സൂര്യന്. അപ്പോൾ സൂര്യന്റെ ദൃഷ്ടിയാണ് 3ൽ വന്നു അല്ലെങ്കിൽ 3ൽ നിൽക്കുന്നു എങ്കിൽ ഇങ്ങനെ പറയാം. ഇനി ചന്ദ്രനാണെങ്കിൽ അരി, മലര്, പായസം, പാല്. അരി, മലര്, പായസം, പാലൊക്കെ ചന്ദ്രനെ കൊണ്ട് പറയാം. അരിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനവും പറയാം. അരി ചന്ദ്രന്റെ ആണ്. അരി, മലർ എന്ന് വെച്ചാൽ പൊരി. അരി, പൊരി, പായസം, പാല്, നാളികേരം, ഇതും ചന്ദ്രൻ്റെതാണ്. നാളികേരമൊക്കെ ചന്ദ്രൻ. നാളികേരം വയ്ക്കുന്നത് ചിലപ്പം കടയിൽ വാങ്ങിക്കൊണ്ടാണ്. നാളികേരം കെട്ട തേങ്ങയായിരുന്നാൽ പോരെ, നമ്മൾ അറിയില്ല. കൊണ്ടുവച്ചിട്ട് കൊണ്ടങ്ങ് പോകും. കൊണ്ട് വീട്ടിൽ കൊണ്ടുപോവുകയോ ഉടയ്ക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത്. നമ്മൾ അറിയില്ല. അല്ലെങ്കിൽ വളരെ ഇളതായ തേങ്ങയായിരിക്കും. വളരെ ഈ കരിക്ക് തേങ്ങ എന്ന് പറയും. കരിക്ക് മുറ്റാത്ത തേങ്ങയായിരിക്കും. മുറ്റാത്ത തേങ്ങ വാങ്ങിച്ച് പഴുത്തതുപോലെ ഇരിക്കുന്ന തേങ്ങയൊക്കെ വാങ്ങിച്ചു വെക്കും. അതൊക്കെ നമ്മൾ നല്ല തേങ്ങ വാങ്ങിച്ചു വെക്കും. അത് വളരെ ചാൻസ് ഉണ്ട്. ചന്ദ്രനാണെങ്കിൽ അവല്, പൊരി, അരി, അവല്, പൊരി, പായസം, പാല്, അരി, നാളികേരം, പായസം, പാല്, മുന്തിരി, അവല്, പൊരി, ഇതൊക്കെ ചന്ദ്രന് പറയുന്നു. കുജനെ കൊണ്ടും അവലും നെയ്യും പറയാം. ഈ ഉരുക്കിയെടുക്കുന്ന സാധനങ്ങളെല്ലാം ചൊവ്വയ്ക്കാണ്. നെയ്യ്, പൊടിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ. പൊടിച്ചുണ്ടാക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും അരിയൊക്കെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് ആ പൊടിക്കുന്ന അരിയാണെങ്കിൽ അതേ വരുള്ളൂ. ഉരുക്കിയെടുക്കുന്നതും പൊടിച്ചെടുക്കുന്നതും ഒക്കെ ചൊവ്വയ്ക്ക്. ഇത്രയും അറിഞ്ഞാൽ മതി. ഉരുക്കിയെടുക്കുന്നതും പൊടിച്ചെടുക്കുന്നതും ചൊവ്വയുടേതാണ്. ഉരുക്കിയെടുക്കുമ്പോൾ നെയ്യ് ഉരുക്കിയെടുക്കുന്നതാണ്. അതൊക്കെ ചൊവ്വയ്ക്ക്. തേനും നെയ്യും. നെയ്യ് ഒരുപാടിടത്ത് വരികയാണ്. തേനും നെയ്യും. തേന് ബുധനാണ്. ശർക്കര, കരിമ്പ്, അവല്, പാല്, പഴമൊക്കെ വ്യാഴത്തിന്. മധുരമുള്ള സാധനം ശർക്കര, കരിമ്പ്, അവല്, പാല്, പഴമൊക്കെ വ്യാഴത്തിന്. ഇത് എഴുതിയെടുത്ത് കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ, വേറെ മാർഗമില്ല. അവല്, പഴം, പാല്, കരിമ്പ്, ശർക്കര ഇതൊക്കെ വ്യാഴത്തിന്. അക്ഷതം, നെയ്യ്, ചോറ്, മദ്യം എന്നിവയൊക്കെ ശനിയെ കൊണ്ട് ചിന്തിക്കണം. ശുക്രനെ കൊണ്ട് അക്ഷതം, ചെയ്യ്, ചോറ്, മദ്യം എന്നിവയും
ശനിയെ കൊണ്ട് അപ്പത്തെയും ചിന്തിക്കണം. ശനിക്ക് അപ്പം മാത്രമേ ഉള്ളൂ. ശുക്രന് അക്ഷതം, നെയ്യ്, ചോറ്, മദ്യം എന്നിവയാണ്. ഇത്രയും ക്രമമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഒന്നുകൂടി പറയാൻ വേണമെങ്കിൽ പറഞ്ഞിരുന്നാലും മനസ്സിൽ നിൽക്കൂല, കാണാതെ പഠിക്കേണ്ട തന്നെ. വെറ്റ, പാക്ക്, കിഴങ്ങ് വർഗങ്ങള്, നവധാന്യങ്ങൾ, ഇത് സൂര്യൻ. വെറ്റ, പാക്ക്, കിഴങ്ങ് വർഗം, നവധാന്യം സൂര്യൻ. അവല്, മലര്, അരി, നാളികേരം. അവല്, മലര്, അരി, നാളികേരം, പായസം, പാലൊക്കെ ചന്ദ്രന്. ചൊവ്വയ്ക്ക് ഉരുക്കി ഉണ്ടാക്കുന്നതും പൊടിച്ചെടുക്കുന്നതും. ചന്ദ്രന് തേന്. വ്യാഴത്തിന് ശർക്കര, കരിമ്പ്, ശർക്കര, പാല്, പഴം. അവല്, പാല്, പഴം. വ്യാഴത്തിന് പ്രധാനമായിട്ട് അക്ഷതമൊക്കെ വ്യാഴത്തിനകത്ത് ഓർമ്മിച്ചു. ശുക്രന് അക്ഷതം, നെയ്യ്, ചോറ്, മദ്യം. ശനിക്ക് അപ്പം. ഇത്രയൊന്ന് എഴുതാം. നിവേദ്യ പാവം എന്ന് ചേർത്ത് കയറ്റിങ്ങോട്ട് വേണം. നിവേദ്യ പാവം. നിവേദ്യ പാവം. മൂന്നും എട്ടും ഭാവം കൊണ്ട് നിവേദ്യത്തെ ചിന്തിക്കണം. അത് നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. മൂന്നാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം, എട്ടാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം, അത് നേരത്തെ എഴുതിയിട്ടില്ലേ? കഴിഞ്ഞതിന്റെ അങ്ങേ ക്ലാസ്സിൽ എഴുതിയല്ലോ. എഴുതിയിട്ടുണ്ട്. മൂന്നാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാപഗ്രഹ യോഗമോ ദൃഷ്ടിയോ വന്നാൽ നിവേദ്യദോഷമുണ്ട് എന്ന് പറയണം. അടുത്ത ലൈനില് മൂന്നിൽ നിൽക്കുന്നതോ നോക്കുന്നതോ ശനിയായാൽ നിവേദ്യം കുറഞ്ഞുപോയി, തണുത്തുപോയി, സ്വാദില്ല എന്ന് പറയണം. നിവേദ്യം കുറഞ്ഞുപോയി, തണുത്തുപോയി, സ്വാദില്ല എന്ന് പറയണം. സ്വാദില്ല എന്ന് പറയും. ചൊവ്വയാണെങ്കിൽ കരിഞ്ഞുപോയി, മുടങ്ങിപ്പോയി എന്ന് പറയണം. കരിഞ്ഞുപോയി, മുടങ്ങിപ്പോയി എന്ന് പറയണം. സൂര്യനാണെങ്കിൽ വേവ് കുറവ്, ചന്ദ്രനാണെങ്കിൽ വേവ് കൂടുതൽ.
ചന്ദ്രനാണെങ്കിൽ വേവ് കൂടുതൽ. രാഹുകേതുക്കളാണെങ്കിൽ പ്രാണികൾ ചത്തുകിടപ്പുണ്ട്, തലമുടിയുണ്ട് എന്ന് പറയുന്നു. രാഹുകേതുക്കളാണെങ്കിൽ പ്രാണികൾ ചത്തുകിടപ്പുണ്ട്, തലമുടിയുണ്ട് എന്ന് പറയുന്നു. മാന്നിയാണെങ്കിൽ പ്രാണികൾ ചത്തുകിടപ്പുണ്ടെന്ന് പറയുന്നു. മാന്നിയാണെങ്കിൽ പ്രാണികൾ ചത്തുകിടപ്പുണ്ട് എന്ന് പറയുന്നു. അടുത്ത സൈഡ് ഹെഡിങ് നിവേദ്യ സാധനങ്ങളും ഗ്രഹങ്ങളും. നിവേദ്യ സാധനങ്ങളും ഗ്രഹങ്ങളും. മൂന്നിലോ എട്ടിലോ സൂര്യൻ നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ മൂന്നിൽ നിൽക്കുന്നത് സൂര്യനോ മൂന്നിലോ എട്ടിലോ നിൽക്കുന്നതോ നോക്കുന്നതോ സൂര്യനായാൽ, മൂന്നിലോ എട്ടിലോ നിൽക്കുന്നതോ നോക്കുന്നതോ സൂര്യനായാൽ വെറ്റില, അടയ്ക്ക, കിഴങ്ങ് വർഗ്ഗങ്ങൾ, നവധാന്യങ്ങൾ പറയാം. വെറ്റ, അടയ്ക്ക, നവധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളെ പറയാം. വെറ്റ, അടയ്ക്ക, കിഴങ്ങുകൾ, നവധാന്യങ്ങളെ പറയാം. ചന്ദ്രനായാൽ മുന്തിരി, അവല്, മലറ്, അരി, പായസം, നാളികേരം. മുന്തിരി, അവല്, മലറ്, അരി, പായസം, നാളികേരം. പാല്. മുന്തിരി, അവല്, മലര്, പാല്, പായസം, നാളികേരം. ചൊവ്വ ഉരുക്കിയതും പൊടിച്ചതുമായ വസ്തുക്കൾ. ഉരുക്കിയതും പൊടിച്ചതുമായ വസ്തുക്കൾ. ബ്രാക്കറ്റിലെ നെയ്യ്. നെയ്ക്ക് സാധാരണയായിട്ട് എല്ലാവർക്കും പറയുന്നുണ്ട്. പ്രധാനമായിട്ട് നെയ്യ് വരുന്നത് ചൊവ്വയ്ക്കാണ്. ബുധന് തേനും നെയ്യും. ബുധന് തേനും നെയ്യും. വ്യാഴത്തിന് ശർക്കര, കരിമ്പ്, പാല്, പഴം. ശർക്കര, കരിമ്പ്, പാല്, പഴം, അവല്. ശർക്കര, പഴം, ശർക്കര, കരിമ്പ്, അവല്, പാല്, പഴം. ശർക്കര, കരിമ്പ്, അവല്, പാല്, പഴം. ശുക്രന് അക്ഷതം, നെയ്യ്, ചോറ്, മദ്യം. അക്ഷതം, നെയ്യ്, ചോറ്, മദ്യം.
അക്ഷതം നെയ്യ് ചോറ് മദ്യം, ശനിക്ക് അപ്പം. ശരി, ഇനി അടുത്ത് ബാക്കി പഠിച്ചിട്ട് എഴുതാം. അതുപോലെ മതി സർ. അതുപോലെ ശരി. മതി മതി. നാലാം ഭാവത്തിൽ ശനി നിന്നാലോ? നാലാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാലോ? 3-ലും 8-ലും പഠിച്ചു. 3-ഉം 8-ഉം പ്രധാനമായിട്ടും നിവേദ്യത്തിനാണ് പറയുന്നത്. പരിചാരകന്മാർക്കും ദോഷമുണ്ടാവും, പരിചാരകന്മാർക്കും ബുദ്ധിമുട്ട് പറയണം. പ്രധാനമായിട്ടും നിവേദ്യത്തിനാണ് 3 കൊണ്ട് പറയാനുള്ളത്. 4 വന്നിട്ട് ക്ഷേത്രപ്രദേശവും ജലാശയവുമാണ് 4 കൊണ്ട്. ക്ഷേത്രത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളെല്ലാം 4 കൊണ്ട് പറയണം. അപ്പോൾ 4-ല് പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, 4-ല് ശനി നിന്ന് കഴിഞ്ഞാൽ മണ്ഡപം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾക്കൊക്കെ ജീർണത പറയണം. ശനിയെ സംബന്ധിച്ച് ജീർണമെന്നാണ്. ജീർണം സംസ്കൃതം അർക്കജ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ജീർണിച്ചതാണ് ചന്ദ്രൻ, ശനി. 4-ല് ശനി നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ കെട്ടിട സമുച്ചയങ്ങൾ എല്ലാവർക്കും ഉപമണ്ഡപങ്ങളും, മണ്ഡപം, തിടപ്പള്ളി, മണ്ഡപം, ക്ഷേത്രം, മൂലക്ഷേത്രം, തിടപ്പള്ളി, മണ്ഡപം തുടങ്ങിയ കെട്ടിട സമുച്ചയങ്ങൾക്ക് ജീർണത വന്നിട്ടുണ്ടെന്ന് പറയാം, ജീർണിച്ചിട്ടുണ്ടെന്ന് പറയാം. ജീർണിച്ച് ഉടഞ്ഞ് വീഴാം, താഴെ വീഴാം, അല്ലെങ്കിൽ ജീർണിച്ചിരിക്കാം എന്ന് പറയണം. ജീർണത ഉണ്ട് എന്ന് പറയണം. ജീർണത വന്നിരിക്കുന്നു. ശനി നിന്നാൽ ജീർണത. നമ്മുടെ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞു, നേരത്തെ മറ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ജീർണം സംസ്കൃതം അർക്കജ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ജീർണം 4-ല് ശനി നിന്നാൽ ജീർണിച്ചതിനെ പുതുക്കി വെച്ചതാണ് എന്ന് പറയണം. ജീർണിച്ചതാണെന്ന് പറയണം. 4-ല് ശനിക്ക് ജീർണതയാണ്. ഇത് കാരകത്വം അറിയാമെങ്കിൽ എളുപ്പമാണ്, വളരെ എളുപ്പം, ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 4-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ കെട്ടിട സമുച്ചയങ്ങൾക്കും, 4-ാം ഭാവം കൂടി ചിന്തിക്കേണ്ടത് ജലാശയങ്ങൾക്കും ദോഷം പറയണം. അത് ശനിയായാൽ ജീർണിച്ചിട്ടുണ്ട്. പ്രാസാദം, ക്ഷേത്രം, മണ്ഡപം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾ ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളെല്ലാം വരും. മണ്ഡപം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾ എന്നിവ ജീർണത പറയണം. സൂര്യനോ ചൊവ്വയോ ആയാൽ അഗ്നിബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെ പറയാം. അഗ്നിബന്ധം പറയാം. അഗ്നിബന്ധം. ചൊവ്വയും സൂര്യനും ആഗ്നേയ ഗ്രഹങ്ങളാണ്. അഗ്നിബന്ധം. ഗുളികനാണെങ്കിൽ വാലായ്മയോടുകൂടിയൊക്കെ ആൾക്കാരകത്ത് കയറുന്നു എന്ന് പറയുന്നു. വാലായ്മയോടുകൂടി അകത്ത് കയറുന്നു. രാഹുവ കേതുക്കളിൽ നിന്ന് കഴിഞ്ഞാൽ അതും അങ്ങനെ. രാഹുകേതുക്കളിൽ നിന്ന് കഴിഞ്ഞാലും പ്രവേശിക്കാൻ പാടില്ലാത്ത സമയത്ത്, അതും അങ്ങനെ പറഞ്ഞുകൊണ്ട്, അത് പ്രവേശിക്കാൻ പാടില്ലാത്ത സമയത്ത് ആൾക്കാർ അതിനകത്ത് കയറി പോകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ കുറച്ചൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ സൗകര്യം പോലെ പറയേണ്ടി വരും. അപ്പോൾ 4-ാം ഭാവം കൊണ്ട് ക്ഷേത്രത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളും ജലാശയങ്ങളുമാണ് പറയേണ്ടത്. അതിൽ ശനി നിന്നാൽ ജീർണിച്ചു പോയി ക്ഷേത്രം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾ വെച്ചാൽ മറ്റ് കെട്ടിടങ്ങൾ, തിടപ്പള്ളി, മണ്ഡപം, തിടപ്പള്ളി, മറ്റ് ഗ്രഹങ്ങൾ എന്നിവ ജീർണിച്ചു പോയി എന്ന് പറയണം. ചൊവ്വയോ സൂര്യനോ നിന്ന് കഴിഞ്ഞാൽ അഗ്നിബന്ധം പറയണം. രാഹുകേതു മാന്നി നിന്ന് കഴിഞ്ഞാൽ, ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ വാലായ്മയോടുകൂടി അകത്ത് ആളുകൾ പ്രവേശിക്കുന്നു എന്ന് പറയണം. വാലായ്മയോടുകൂടി പ്രവേശിക്കുന്നു. രാഹുകേതുക്കളിൽ നിന്നിരുന്നാലും പ്രവേശിക്കാൻ പാടില്ലാത്ത ആളുകൾ പ്രവേശിച്ചു എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പറയുന്നു ചോദിച്ചാൽ, പതിതന്മാരെന്ന് വെച്ചാൽ നമ്മൾ മറ്റു മതസ്ഥരൊക്കെ വന്ന് കയറി പോകുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാത്തവർ കയറി പോകുന്നു എന്ന് പറയുന്നതാണ് ശരി. ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാത്തവർ കയറി പോകുന്നു രാഹുകേതുക്കളിൽ നിന്ന് കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. മനസ്സിൽ നിൽക്കൂല അല്ലാതെ.
ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിക്കണം. അതായത് 4 പാപഗ്രഹങ്ങൾ നിന്നാൽ പ്രസാദം, പ്രാസാദം, മണ്ഡപം, തിടപ്പള്ളി, മറ്റു ഉപഗ്രഹങ്ങൾ എന്നിവർക്ക് ദോഷം പറയണം. അത് ശനിയായാൽ ജീർണത പറയാം. ചൊവ്വയോ സൂര്യനോ ആയാൽ അഗ്നിബന്ധം പറയാം. രാഹുകേതുക്കളായാൽ രാഹുകേതുക്കളായി കഴിഞ്ഞാൽ പതിതന്മാര് കയറി എന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാത്തവർ കയറിപ്പോയി എന്നർത്ഥം. ഗുളികനായി കഴിഞ്ഞാൽ വാലായ്മയുള്ളവർ കയറി എന്നർത്ഥം. ഒന്ന് എഴുതിക്കൊള്ളണം. 4-ാം ഭാവം നാലിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ ക്ഷേത്രം, മണ്ഡപം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾ എന്നിവർക്ക് ദോഷം പറയണം. ക്ഷേത്രം, മണ്ഡപം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾ എന്നിവയ്ക്ക് ദോഷം പറയണം. നാലിൽ ശനിയായാൽ ഇവയ്ക്കൊക്കെ ജീർണത പറയണം. 4-ൽ ശനിയായാൽ ഇവയ്ക്കൊക്കെ ജീർണത പറയണം. ചൊവ്വയോ സൂര്യനോ ആയാൽ അഗ്നിബന്ധം പറയണം. ചൊവ്വയോ സൂര്യനോ ആയാൽ അഗ്നിബന്ധം പറയണം. രാഹുകേതുക്കളായാൽ ആചാരമില്ലാത്തവർ പ്രവേശിച്ചു എന്ന് പറയണം. രാഹുകേതുക്കളായാൽ ആചാരമില്ലാത്തവർ പ്രവേശിച്ചു എന്ന് പറയണം. ഗുളികനായാൽ വാലായ്മയോടുകൂടി അകത്ത് കയറി എന്ന് പറയണം. വാലായ്മയോടുകൂടി അകത്ത് കയറി എന്ന് പറയണം. അടുത്ത എഴുതിക്കൊള്ളണം. ഓരാശാസ്ത്രത്തിലെ 5-ാം അധ്യായത്തിലെ 19-ാം പ്രമാണം ഇവിടെ ഉപയോഗിക്കാം. ഓരാശാസ്ത്രത്തിലെ 5-ാം അധ്യായത്തിലെ 19-ാം പ്രമാണം ഇവിടെ ഉപയോഗിക്കാം. അത് വളരെ അത്യാവശ്യമാണ്. അതൊന്നും നമ്മളെ പ്രശ്നത്തിന്റെ ബുക്കുകളിൽ പറയുന്നതല്ല. ഇതൊക്കെ ഓരയും കൂടി അപ്ലൈ ചെയ്ത് പോകുന്നതാണ്. ഇതാണ് നമ്മളൊക്കെ ഉപയോഗിച്ച് പോകുന്നത്. ഇതാണ് ഓര ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ആപ്റ്റായിട്ടുള്ളൊരു ബുക്ക് വേറെ ഇല്ല, ഒരു ഗ്രന്ഥം വേറെ ഇല്ല. നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഓരയെക്കാളും എന്നുവെച്ചാൽ പരാശര പോരയല്ല, വരാഹ പോര. അവിടെയും ഒരു കൊട്ടേഷൻ എടുത്ത് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ജയിക്കാൻ വേറെ ഒന്നുമില്ല. ഒറിജിനൽ സംസ്കൃത ഗ്രന്ഥമാണത്. ഈ ഓരയിലെ 5-ലെ 19 എന്ന് വെച്ചാൽ പ്രമാണം അറിയാമോ? ആർക്കെങ്കിലും തുടങ്ങി വിടാൻ പറ്റുമോ?
ജീർണം സംസ്കൃതമർക്കജേ ക്ഷിതിസുതേ രക്തം. ജീർണം അതല്ല. സംസ്കൃതമർക്കജേ സുഹൃദയ ദഗ്ധം നവം ശീതകൗ കാഷ്ടാട്യം ന ദൃഢം രവൗ ശശിസുതേ ശാനുക ശില്പിഭവം രമ്യം ചിത്രയുധം നവം ച പ്രഭുജെ ജീവേ ദൃഢം മന്ദിരം. അത് അത്രയും അങ്ങനെ ഉപയോഗിച്ചിട്ട് അത് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അതിനെ എക്സ്പാൻഡ് ചെയ്ത് പറയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ പ്രമാണം പറയുന്നത് ജീർണം സംസ്കൃതം അർക്കജ. ഒന്നുകൂടെ അവിടെ പ്രമാണം നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് എഴുതിക്കൊണ്ടാൽ മതി. അവിടെ വേണമെങ്കിൽ ഒരു 4 വരിക്കുള്ള സ്ഥലം വിട്ടേക്കും. അല്ല ഇനിയിപ്പോൾ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അക്ഷരത്തെറ്റോട് ഇല്ലാതെ എഴുതി പറയണമെങ്കിൽ നല്ല പ്രയാസമാണ്. നിങ്ങൾ റെഫർ ചെയ്യണം. ഞാൻ അതിൻ്റെ അർത്ഥം എഴുതരാം. 4 ശനി നിന്നാൽ കെട്ടിടങ്ങൾ ജീർണിച്ചിട്ടുണ്ടെന്ന് പറയണം. 4 ശനി നിന്നാൽ കെട്ടിടങ്ങൾ ജീർണിച്ചിട്ടുണ്ട് എന്ന് പറയണം. ജീർണിച്ചത് പുതുക്കി പണിഞ്ഞതും ആകാം. ജീർണിച്ചത് പുതുക്കി പണിഞ്ഞതും ആകാം. ജീർണിച്ചത് പുതുക്കി പണിഞ്ഞതുമാകാം. ചൊവ്വ നിന്നാൽ എരിഞ്ഞ് ഒരു വശം നശിച്ചു എന്ന് പറയണം. എരിഞ്ഞ് ഒരു വശം നശിച്ചു എന്ന് പറയണം. ദഗ്ധം എന്നാണ് പറയുന്നത്. ദഗ്ധം എരിഞ്ഞത്. അഗ്നിക്ക് ഇരയായി എന്നർത്ഥം. അഗ്നിബന്ധം വന്നു. എരിഞ്ഞ് ഒരു വശം നശിച്ചു എന്ന് പറയുന്നു. ചന്ദ്രനാണെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ എന്ന് പറയണം. ചന്ദ്രനാണെങ്കിൽ പുതിയ കെട്ടിടം എന്ന് പറയണം. സൂര്യനാണെങ്കിൽ മയമുള്ളതും മരങ്ങൾക്ക് പ്രാധാന്യമുള്ളതും ആയ കെട്ടിടം എന്ന് പറയണം. മയമുള്ളതും മരങ്ങൾക്ക് പ്രാധാന്യമുള്ളതുമായ കെട്ടിടം എന്ന് പറയണം. മയമുള്ളതെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആയിരിക്കും. വലിയ ദൃഢമുള്ള ബിൽഡിങ്സ് അല്ല, സോഫ്റ്റ് ചെറിയ ബിൽഡിങ്സ് ആയിരിക്കും. മയമുള്ളതും മരങ്ങൾക്ക് പ്രാധാന്യമുള്ളതും എന്ന് പറയണം. ബുധനാണെങ്കിൽ അനേകം ശില്പിമാരെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പറയണം. അനേകം ശില്പിമാരെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പറയണം ബുധനാണെങ്കിൽ. അനേകം ശില്പിമാരെ കൊണ്ട് ചെയ്യിച്ചതാണ്. ശുക്രനാണെങ്കിൽ മനോഹരമായതും ചിത്രപ്പണികളുള്ളതും എന്ന് പറയണം. മനോഹരമായതും ചിത്രപ്പണികളുള്ളതും എന്ന് പറയണം. മനോഹരമായതും ചിത്രപ്പണികളുള്ളതെന്ന് പറയണം. വ്യാഴമാണെങ്കിൽ ദൃഢമായ കെട്ടിടം എന്ന് പറയണം. ഇനി ഇപ്പൊ നമ്മൾ 3, 8, 4 ഭാവങ്ങൾ നോക്കിയില്ലേ?
ശരിയല്ലേ? അതെ സർ. ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. ഇതിന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് പഠിച്ചു വെച്ചേക്കണം. നമുക്കൊരു പ്രശ്നം എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ എഴുതി തരുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് വരാം. ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളണം. ഇവിടെ ഇതിനെ എക്സാമ്പിളിന് വേറെ ഒരു സൈഡിൽ കൂടി എഴുതുന്നത് നല്ലത്. നോട്ടിന് ഇവിടെയും എഴുതി, എക്സാമ്പിളിന് മറു സൈഡിൽ ബുക്കിന്റെ മറു സൈഡിൽ കൂടി എഴുതുകയോ, പേപ്പറിൽ എഴുതുന്നവർക്ക് കുഴപ്പമില്ല. ബുക്കിനെ തിരിച്ചു വെച്ചിട്ട് മറു സൈഡിൽ എഴുതുന്നത് അറിയാമല്ലോ, പരിപാടി അറിയാമോ? അത് മറു സൈഡിൽ കൂടെ എഴുതുന്നത് ബുക്കിനെ തിരിച്ചു വെച്ചിട്ട് അറിയില്ല സർ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് പോവുകയാണ്. ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് മറു സൈഡിൽ എഴുതിപ്പോണം. മറുവശത്ത് അങ്ങോട്ട് എഴുതാം, ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതുക. ലാസ്റ്റ് പേജിന് ഫ്രണ്ടിലോട്ട് എഴുതുക. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബുക്കിൽ 2 സാറുമാരെ നോട്ട് എഴുതൂലേ, അറിഞ്ഞൂടെ? ഒന്ന് ഫസ്റ്റിന് ലാസ്റ്റിലോട്ട് പോകുന്ന, ലാസ്റ്റിന് ഫസ്റ്റിലോട്ട് വരും. എങ്ങനെയെങ്കിലും എഴുതി ഒരു എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ ഇങ്ങനെ എഴുതണം അല്ലേ സാറേ? എങ്ങനെ എക്സാമ്പിൾ ഇങ്ങനെ ഈ രീതിയിൽ എഴുതണം അല്ലേ? എക്സാമ്പിൾ എഴുതണം. ഞാൻ പറഞ്ഞു ഇവിടെ നോട്ടിനെ ഇവിടെ എഴുതിയിട്ട് എക്സാമ്പിളിനെ വേറെ ഒരു സ്ഥലത്ത് എഴുതാൻ പറയുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിൽ നിൽക്കുക, രണ്ട് സ്റ്റൈലിൽ നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് എഴുതിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി നോട്ട് എഴുതി എക്സാമിന് മുറിഞ്ഞ് പോകുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടൂല. അതിനെ നോട്ടിന്റെ പകുതിക്ക് അപ്പുറത്തേക്ക് എഴുതി തുടങ്ങിയാൽ അങ്ങനെ എഴുതുന്നതാണ് നല്ലത്. നോട്ട് ക്ലിയർ ആയിരിക്കണം. 27/1/2024 27/1 പെട്ടെന്ന് എഴുതണം. 27/1/2024 11:52 AM 11:52 AM 1199 മകരം 13 1199 മകരം 13. രണ്ട് പുരുഷന്മാർ വീട്ടിൽ വന്ന് ദൈവജ്ഞനെ കണ്ടു. ഈ സമയത്ത് രണ്ട് പുരുഷന്മാർ വീട്ടിൽ വന്ന് ദൈവജ്ഞനെ കണ്ടു. ആ സമയത്തെ പഞ്ചാംഗ വിശേഷം. ശനിയാഴ്ച ആയില്യ നക്ഷത്രം 58 നാഴിക. ആയില്യ നക്ഷത്രം 58 നാഴിക. ദ്വിതീയ ദ്വിതീയ കൃഷ്ണപക്ഷം. ദ്വിതീയ എന്നിട്ട് ബ്രാക്കറ്റിലെ കൃ എന്നിട്ടാൽ മതി, വേറെ ഒന്നും എഴുതരുത്. ഗർദപം കരണം. ഗർദപം കരണം. സൗഭാഗ്യ നിത്യയോഗം. എന്നിവയോട് കൂടിയ ദിവസം ബുധന്റെ കാലഘോരയിൽ ദൈവജ്ഞനെ കണ്ടു. ഇനി ആ സമയത്തുള്ള ഗ്രഹനില ഇട്ടോളണം, ഒന്ന് വരച്ചോളണം.
മീനത്തിലെ രാഹു, മേടത്തിലെ ലഗ്നം, ലഗ്നവും വ്യാഴവും മേടത്തില്. മീനത്തിലെ രാഹു, മേടത്തിലെ ലഗ്നവും വ്യാഴവും, കർക്കടകത്തിലെ ചന്ദ്രൻ, കന്നിയിലെ കേതു, ധനുവില് കുജൻ, ബുധൻ, ശുക്രൻ. കുജൻ, ബുധൻ, ശുക്രൻ. ധനുവില് കുജൻ, ബുധൻ, ശുക്രൻ. മകരത്തില് രവിയും മാങ്ങിയും. കുംഭത്തില് ശനി. ഒന്നുകൂടെ പറയാം. മീനത്തിലെ രാഹു, മേടത്തിലെ ലഗ്നവും ഗുരുവും, കർക്കടകത്തിലെ ചന്ദ്രൻ, കന്നിയിലെ കേതു, ധനുവില് കുജനും ബുധനും ഗുരുവും ശുക്രനും, മകരത്തിലെ രവിയും മാന്നിയും, കുംഭത്തിലെ ശനി. ഇനി നവാംശകം. മീനത്തിലെ ചന്ദ്രൻ, മേടത്തിലെ രവി, മിഥുനത്തിലെ ലഗ്നം, കർക്കിടകത്തിലെ ഗുരുവും ശുക്രനും, ചിങ്ങത്തിലെ ശിഖിയും മാന്നിയും. സാർ കർക്കിടകത്തിൽ ഒന്നുകൂടെ പറയോ? കർക്കിടകത്തിലെ ഗുരുവും ശുക്രനും. കർക്കിടകത്തിലെ ഗുരുവും ശുക്രനും, ചിങ്ങത്തിലെ ശിഖിയും മാന്നിയും. തുലാത്തിലെ കുജനും ബുധനും. തുലാത്തിലെ കുജനും ബുധനും. മകരത്തിലെ ശനി, കുംഭത്തിലെ രാഹു. മകര ശനി കുംഭ രാഹു. ഇതിനെ നമ്മൾ പൃശ്ച എന്ന് പറയും. പൃശ്ച എന്ന് വെച്ചാൽ അറിയാമോ? ഇതിനെ പൃശ്ച സമയ ഗ്രഹനില എന്ന് പറയുന്നു. ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്ക് ച. അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ ച ഇട്ടിട്ട് മടക്കുന്ന, ചുരുട്ടുള്ള ച. ഇതിനെ പൃച്ഛ സമയ ഗ്രഹനില എന്ന് പറയുന്നു. ഇതിനെ പൃച്ഛ സമയ ഗ്രഹനില എന്ന് പറയുന്നു. അടുത്ത ലൈനിൽ എഴുതിക്കണം. പ്രശ്ന ദിവസത്തെ ഗ്രഹനില. പ്രശ്ന ദിവസത്തെ ഗ്രഹനില. പ്രശ്ന ദിവസത്തെ ഗ്രഹനില മനസ്സിലായോ? ഇത് ആദ്യം എഴുതിയത് പൃച്ഛ എന്ന് പറയുന്നത് ജ്യോത്സ്യരെ കാണാൻ വേണ്ടി വന്ന സമയം, വിളിക്കാൻ വേണ്ടി വന്ന സമയം. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. വിളിക്കാൻ വേണ്ടി, ഇങ്ങനെ ദേവപ്രശ്നത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി 2, 3, 4 അല്ലെങ്കിൽ 5 പേര് വരും. അവര് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിന്റെ ആളുകളോ വന്ന് വിളിക്കും. ആ സമയത്തുള്ള ഗ്രഹനിലയാണ് അവിടെ തന്നത്. ആ വീട്ടിൽ വന്നിരുന്ന സമയത്തുള്ള ഗ്രഹനിലയാണ് തന്നത്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഫോൺ ചെയ്ത് പറഞ്ഞാലോ? അപ്പൊ ആ സമയത്തെ ഗ്രഹനില എങ്ങനെ ഫോൺ ചെയ്ത് പറയണു, ചോദിക്കണ്. ചിലപ്പോ ഫോൺ ചെയ്ത് പറയും ആ സമയത്ത് എടുക്കുന്നു. ഇത് വന്നിട്ട് അവർ വന്ന് വിളിച്ചു, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ആ സമയത്ത് ഗ്രഹനില എടുത്താൽ മതിയോ? ആ സമയത്തുള്ള ഗ്രഹനില. ഇനി പ്രശ്നം വച്ച ദിവസം, അപ്പോൾ നമ്മൾ സമയം പറഞ്ഞു. അവർക്ക് പറഞ്ഞു ഉടൻ തന്നെ വയ്ക്കണം, നാളെ തന്നെ വയ്ക്കണം, അർജന്റാണ്. തന്ത്രി 2 ദിവസം തന്ത്രി വരും. തന്ത്രി വരുമ്പോൾ നമുക്ക് ചാർത്തും കൊടുക്കണം. ഞാൻ ചാർത്തും കൊടുത്തു കഴിഞ്ഞു. ഇന്ന് വന്ന് ചാർത്തും വാങ്ങിക്കൊണ്ടുപോയി.
അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പിറ്റേ ദിവസം പ്രശ്നം വയ്ക്കുകയും ചെയ്യും. ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അതിന് മുമ്പേ നമ്മൾ റെഡി ആവണം. പ്രശ്നം വയ്ക്കുകയും ചെയ്തു, ഇന്ന് ചാർത്ത് വഴി കൊടുത്തു. അപ്പോൾ പ്രശ്നം വച്ച ദിവസത്തെ ഗ്രഹനിലയാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് അതുതന്നെ വന്നുകൊണ്ട് പ്രശ്നാരൂഢം എന്ന് പറയും. പ്രശ്നാരൂഢം. പ്രശ്ന ആരൂഢം. ഇരുപത്തിയെട്ട് 1/24. 28/1/24. 11:06 AM. 11:06 AM. മകം 4-ാം പാദം. തൃതീയ കൃഷ്ണപക്ഷം. പശുകരണം. ശോഭന നിത്യയോഗം. ഞായറാഴ്ച. സർ നിത്യയോഗം എന്താണ് പറഞ്ഞത്? മകം 4-ാം പാദം. തൃതീയ കൃഷ്ണപക്ഷം. പശുകരണം. ശോഭന നിത്യയോഗം. ഞായറാഴ്ച. സാറേ ഇത് അഷ്ടമംഗല പ്രശ്നമായിട്ടാണോ ചെയ്തത് അതോ ഒറ്റരാശി പ്രശ്നമായിട്ടാണോ? അഷ്ടമംഗല പ്രശ്നമായിട്ടല്ല, പക്ഷെ സാമാന്യ പ്രശ്നമായിട്ട് താമ്പൂലവും വെച്ചിട്ട് സാമാന്യ പ്രശ്നമായിട്ട് വെച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. അഷ്ടമംഗല പ്രശ്നമായിട്ട് വച്ചില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് താമ്പൂലം കൊണ്ടുവന്നിരുന്നു. അവർ വന്ന് ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച്, നിലവിളക്കൊക്കെ കൊളുത്തി എല്ലാം റെഡിയാക്കി. പിന്നെ അതിൻ്റെ ഒന്നും എടുത്തില്ല, ഗണപതിക്കൊക്കെ വച്ചിട്ട് ആചാരപ്രകാരം തന്നെ ചെയ്തത്. അഷ്ടമംഗലമായിട്ട് വച്ചില്ല. നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇത് നോക്കി ഫലം പറഞ്ഞു വരുമ്പോൾ നോക്കിക്കൊണ്ടാണ്. അഷ്ടമംഗലമായിട്ട് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതിലൊക്കെയാണ് അതിന്റെ മനഃപൂർവ്വം തന്നെ ഇതിനെ എടുത്തിട്ടത്. കൃത്യമായിട്ട് ഫലം കറക്റ്റാ കിട്ടി. അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. എന്നാൽ ചെറിയ ക്ഷേത്രമാണ്, വലിയ ക്ഷേത്രമല്ല, വളരെ വളരെ പഴക്കമുള്ള വലിയൊരു ക്ഷേത്രമാണ്. അവിടെ കുറെ അനിഷ്ടതകളും അനാചാരങ്ങളും ഒക്കെ ഉണ്ട്. അവര് സഖികെട്ട് വന്നപ്പോൾ പുതിയൊരു കമ്മിറ്റി വന്നിട്ട് അവർ വന്നിട്ട് അവിടെ ദേവനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവര് വന്നതാണ്. കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ബാക്കി വെറ്റയൊക്കെ ഉണ്ട്, താമ്പൂലം എല്ലാം ഉണ്ട്, നിലവിളക്കും കൊടുത്ത് വെച്ചു. പക്ഷെ അഷ്ടമംഗലമായിട്ട് വച്ചില്ല. അപ്പോൾ അഷ്ടമംഗല സംഖ്യ എടുക്കാനോ ത്രിസ്ഫുടം, പിന്നെ ചതുസ്ഫുടം, ഇങ്ങനെയുള്ള കുറച്ച് സ്ഫുടങ്ങൾ ഇതൊന്നും കിട്ടൂല. ബാക്കി ഗ്രഹനിലയും നിമിത്തങ്ങളും ഒക്കെ വെച്ചിട്ട് പറയാനേ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇത് പഠിച്ചിട്ട് അടുത്തൊരു അഷ്ടമംഗല പ്രശ്നം അടുത്തൊന്ന് വേറെ ഒന്ന് വയ്ക്കാം. ആദ്യം ഇത് നോക്കണം. നമുക്ക് ഇങ്ങനെ നിങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ ആദ്യം വരുള്ളൂ. തുടങ്ങുന്ന സമയത്ത് അഷ്ടമംഗലമായിട്ട് ചിലപ്പം വയ്ക്കാനൊക്കെ ഒന്നും വരാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് പ്രശ്നം വയ്ക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഗ്രഹനിലയിട്ടുണ്ടോ? സാർ ഒരാള് മൈക്ക് മ്യൂട്ട് ആക്കിയിട്ടില്ല സാർ, ഒത്തിരി ഡിസ്റ്റർബൻസ്. എങ്ങനെ? ആരോ മൈക്ക് മ്യൂട്ട് ആക്കിയിട്ടില്ല സാർ, അത് കാരണം ഒത്തിരി ഡിസ്റ്റർബൻസ്, പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ആരോ ഓൺ ചെയ്ത് വെച്ചേക്കാണ് മൈക്ക്. എനിക്കും വ്യക്തമായിട്ട് കേട്ടുകൂടാ, വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പൊ മ്യൂട്ടാക്കി. മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലേ? മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ മ്യൂട്ടാക്കി. മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, ഇല്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം സാർ.
ഇനി ഇപ്പോഴത്തെ ഗ്രഹനില, ഇന്നലത്തെ നമ്മൾ ആദ്യമായിട്ടില്ലേ ഗ്രഹനില, അതില് മിഥുനത്തിൽ മാന്നി ഇടണം. മിഥുനത്തിൽ മാന്നി, മിഥുനത്തില് മാന്നി, ചിങ്ങത്തില് ചന്ദ്രൻ, ചിങ്ങത്തില് ചന്ദ്രൻ, മീനത്തില് ലഗ്നം. ബാക്കിയെല്ലാം അതുപോലെ ഇട്ടോളണം. ബാക്കിയെല്ലാം അതുപോലെ ഇടണം. മീനത്തില് ലഗ്നം, മിഥുനത്തില് മാന്നി, ചിങ്ങത്തില് ചന്ദ്രൻ. ബാക്കിയെല്ലാം അതുപോലെ ഇട്ടോളണം. സാറേ ഉദയലഗ്നവും ആരൂഢവും ഒന്ന് തന്നെയാണോ സാറേ? മീനം തന്നെയാണോ? ആരൂഢവും അവിടെ തന്നെ. ഓ ശരി. സ്വർണ്ണാരൂഢം മീനമാണ്. ഉദയലഗ്നവും മീനം തന്നെ ഇല്ലേ സാറേ? നമ്മളവര് വച്ചിട്ട് ഒരു നാണയം വെച്ചെടുത്തതാണ്. നാണയം വെച്ചെടുത്തതാണ്. അവരെ കൊണ്ടിട്ട് ഒരു നാണയം വെപ്പിച്ച് പ്രാർത്ഥിച്ച് ഓരോ ദേവനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നാണയം വെച്ചെടുപ്പിച്ചതാണ്. മീനമാണ് ആരൂഢം കിട്ടുക. ലഗ്നവും ആരൂഢവും ഒക്കെ മീനം. ഒന്നുകൂടി ഞാൻ പറയാം, അംശകം പറഞ്ഞുതരാം. മീനത്തില് ലഗ്നവും രാഹുവും, അംശകമല്ല ഗ്രഹനില ഒന്നുകൂടി പറഞ്ഞുതരാം. മീനത്തില് ലഗ്നവും രാഹുവും ആരൂഢവും, മേടത്തില് വ്യാഴം, മിഥുനത്തില് മാന്നി, ചിങ്ങത്തില് ചന്ദ്രൻ, കന്നിയില് കേതു, ധനുവില് ചൊവ്വ, ബുധൻ, ശുക്രൻ, മകരത്തില് രവി, കുംഭത്തില് ശനി. ഇനി നവാംശകം. നവാംശകം ലഗ്നം കുംഭത്തില്, ലഗ്നം കുംഭത്തില്, മേടത്തില് മാന്നി, മേടത്തിലൊന്ന്, ഇടവത്തില് രവി, കർക്കിടകത്തില് ചന്ദ്രൻ, ഗുരു, ശുക്രൻ, കർക്കിടകത്തില് ചന്ദ്രൻ, ഗുരു, ശുക്രൻ, ചിങ്ങത്തില് കേതു, വൃശ്ചികത്തില് ചൊവ്വയും ബുധനും, ചിങ്ങത്തില് കേതു, വൃശ്ചികത്തില് ചൊവ്വയും ബുധനും, മകരത്തില് ശനി, കുംഭത്തില് രാഹു. സാർ വൃശ്ചികത്തില് ചൊവ്വയും ബുധനും, അത് കഴിഞ്ഞിട്ട് എന്താ സാർ പറഞ്ഞത്? കുംഭത്തില് രാഹു, മകരത്തില് ശനി, മകരത്തില് ശനി, കുംഭത്തില് രാഹു. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? അതെ, ചോദിച്ചോട്ടെ സാർ? ചോദിക്കണം. സാർ ഈ സ്വർണ്ണാരൂഢം വെക്കുന്നതിന് പകരം നമ്മൾ കബഡി വെച്ച് ആരൂഢം വെക്കാനും പറ്റുമോ? എടുത്താലും മതി, അതും മതി. ആ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലേ? അങ്ങനെ വേണം. അങ്ങനെയെങ്കിൽ എന്തായാലും അവരെ വിട്ട് പ്രാർത്ഥിപ്പിക്കണം. നമ്മൾ കുറച്ചൊരു പ്രാർത്ഥിച്ച് വിചിന്തനാർത്ഥം വയ്ക്കുന്ന പ്രശ്നമാണ്. അവരെ വിട്ട് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഇനി ആചാര്യവരണത്തിൽ താമ്പൂലം 8. ഇതിന്റെ താഴെ എഴുതണം, ആചാര്യവരണത്തിൽ താമ്പൂലം 8. സാർ ആചാര്യ വരണം, ആചാര്യനെ വരിക്കുക എന്ന് വെച്ചാൽ ആചാര്യവരണത്തിൽ താമ്പൂലം 8.
അതായത് നമ്മൾ പ്രശ്നത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് താമ്പൂലം കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താമ്പൂലം എന്ന് വെച്ചാൽ വെറ്റയും പാക്കുമായിട്ടൊക്കെ ചിലർ വരും, ചിലർ വെറ്റ മാത്രമായിട്ട് വരും. അതൊക്കെ അവരുടെ രീതിയാണ്. നമ്മൾ അവിടെ ഒന്നും നിയന്ത്രണം കൊടുക്കരുത്. അവർ വെറ്റ മാത്രമായിട്ട് കുറച്ച് വെറ്റ ഒരുമിച്ച് വിടുന്നു. അപ്പോൾ എത്ര വെറ്റ വാങ്ങണമെന്ന് ചോദിച്ചു. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ 50 എണ്ണം വാങ്ങിട്ടോ എന്ന് ചോദിച്ചു. 50 എണ്ണം വാങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 50 എണ്ണത്തിന് ഒരുമിച്ച് വാങ്ങുന്നതിൽ അർത്ഥമുണ്ടോ? ആരെങ്കിലും പറഞ്ഞു നോക്കണം. നമ്മൾ വെറ്റ അവരെ വിട്ട് എടുപ്പിക്കണം. വെറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ താമ്പൂലം എന്ന് പറയുന്നത് അവരാണ് എടുത്ത് തരേണ്ടത്. അത് നമ്മൾ ഒരിക്കലും ഇത്ര താമ്പൂലം വേണം എന്ന് പറഞ്ഞ് പറയരുത്. ഇത്ര താമ്പൂലം വേണം എന്ന് പറയരുത്. അപ്പോൾ തലേ ദിവസം വന്നപ്പോൾ അവർ ചോദിക്കുകയാണ് നമ്മൾ 50 താമ്പൂലം വാങ്ങട്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ താമ്പൂലം എടുക്കുമ്പോൾ എണ്ണാതെ അതിനകത്തിന് കുറച്ചെടുക്കാൻ പറയണം. പറഞ്ഞ മനസ്സിലായോ? അവർ കൊണ്ടുവന്ന താമ്പൂലത്തിന്റെ അകത്തിന് എണ്ണാതെ കുറച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ 8 വെറ്റയാണ് അവരെടുത്തത്. എണ്ണാതെ 8 വെറ്റ എടുത്തു തന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായോ? ഹലോ, താമ്പൂല ആരൂഢം കാണാനാണോ സാറേ? താമ്പൂല ആരൂഢം കാണാൻ വേണ്ടി. അത് തന്നെ, താമ്പൂല ആരൂഢം കാണണമെങ്കിൽ നമ്മൾ ഈ വെറ്റയുടെ സംഖ്യ വെച്ചിട്ടാണ് താമ്പൂല ആരൂഢം എടുക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ്. വെറ്റയുടെ എത്ര വെറ്റയുണ്ട് ആ വെറ്റയുടെ സംഖ്യ എത്ര വെറ്റ എന്നുള്ള സംഖ്യ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര വെറ്റ വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞിട്ട് ആ വെറ്റ വാങ്ങുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അവര് ഇല്ല. അപ്പോൾ അവര് തന്നെ തയ്യാറാക്കാൻ പറഞ്ഞു നമ്മൾ 50 വെറ്റ കൊണ്ടുവരട്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞു. 50 വെറ്റ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 50 വെറ്റ എണ്ണി 50 വെറ്റ കൊണ്ടുവന്നതിന് ഞാൻ എടുത്തിട്ട് താമ്പൂല സംഖ്യ എടുക്കാൻ തന്ന 50 തന്നെ താമ്പൂല 50 താമ്പൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതുപോലെ ആയി പോയില്ലേ? അപ്പോൾ അത് വെച്ച് സംഖ്യ എടുക്കുന്നത് നല്ലതാണോ? ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ഒന്നും പറയരുത്. അപ്പോഴേക്കും നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചാൽ അതിനകത്തിന് എണ്ണാതെ ഒരു കെട്ട് വെറ്റ ഇങ്ങെടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് കൈ കൊണ്ട് വെച്ചിട്ട് ഒരു കെട്ട് വെറ്റ എടുത്ത് തന്നതിൽ 8 എണ്ണം ഉണ്ടായിരുന്നു. അതാണ് താമ്പൂലം. ആചാര്യ വരണത്തിൽ താമ്പൂലം 8. ആചാര്യ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ആദ്യം ആചാര്യനെ വരണം. ആചാര്യ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദക്ഷിണ കൊടുത്തോ, ഒരു മുണ്ടും നേരിയതും കൊടുത്തോ, താമ്പൂലം കൊടുത്തോ ആചാര്യനെ സ്വീകരിക്കണം. അതാണ് ആചാര്യ വരണം. അങ്ങനെ ആചാര്യനെ സ്വീകരിച്ചത് 8 വെറ്റ തന്നുകൊണ്ടാണ് ആചാര്യനെ സ്വീകരിച്ചത്. അപ്പോൾ ആ 8 വെറ്റയും നമ്മൾ എടുത്തിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ആചാര്യ വരണം വെച്ചാൽ മനസ്സിലായോ? മനസ്സിലായി സർ. ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരാളിനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വരണം എന്ന് പറഞ്ഞാൽ പിടിച്ച് ഇരിക്കണം. ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. വെള്ളം കുടിക്കുന്നോ, ചായ കുടിക്കുന്നോ, എന്ത് കുടിക്കുന്നോ, നടന്ന് ക്ഷീണിച്ചല്ലേ വന്നത് എന്ന് പറഞ്ഞ് ആദ്യം ഒരു ആദരവ്, അവർക്കൊരു ആദരവാദ്യം കൊടുക്കുന്നു. അതിനെയാണ് ആചാര്യ വരണം എന്ന് പറയുന്നത്. ആചാര്യനെ വരിക്കുക. അത് ഒരു പ്രധാന ചടങ്ങാണ്. ആചാര്യ വരണത്തിൽ ചിലപ്പോൾ കൊടുക്കുന്നത് ഒരു ദക്ഷിണ, ഒരു രൂപ തൊട്ട് തന്നെ ആയിരിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 രൂപ, അല്ലെങ്കിൽ ഒരു 1001 രൂപ, അല്ലെങ്കിൽ ഒരു 501 രൂപ, അല്ലെങ്കിൽ ഒരു മുണ്ടും നേരിയതും, അല്ലെങ്കിൽ നല്ലൊരു ടവല എന്തെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിൽ വെറ്റ കൊടുക്കാം. വെറ്റയും പാക്കും വെച്ച് സ്വീകരിക്കുക. അതാണ് ഏറ്റവും ഉചിതം. വെറ്റയ്ക്കകത്ത് ദക്ഷിണ വെച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ആചാര്യവരണം. ചിലരൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ ആചാര്യവരണം നടത്തൂല. എങ്കിൽ ആചാര്യവരണം ഇല്ല എന്ന് എഴുതണം. അതാണ് ആചാര്യവരണമാണ് ആദ്യം പറയുന്നത്. ആചാര്യവരണം. ഇപ്പൊ മനസ്സിലായി? ആചാര്യവരണം വെച്ചാൽ മനസ്സിലായോ? മനസ്സിലായോ? ആയല്ലോ? സാർ കേട്ടില്ല? മനസ്സിലായി.
അപ്പോൾ ആചാര്യഭരണത്തിൽ 8 വെറ്റ വെച്ചിട്ട് നമ്മളിതിനെ താമ്പൂല ആരൂഢം എടുക്കുന്ന രീതി പറഞ്ഞുതരാം. ഇപ്പോ ഇന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുണ്ടും നേരിയതും ഒരു വേഷ്ടിയും നേരിയതുമാണ് തന്നു, താമ്പൂലം തന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? താമ്പൂലം ചോദിച്ച് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ താമ്പൂലത്തിനെ ചോദിച്ച് വാങ്ങണം. നമുക്കിപ്പം തന്നത് ഒരു മുണ്ടും നേരിയതും തന്നു, അല്ലെങ്കിൽ ഒരു ദക്ഷിണ, നമുക്ക് ഒരു ദക്ഷിണയായിട്ട് തന്നു, ഒരു 100 രൂപ ഒരു നോട്ട്, അല്ലെങ്കിൽ ഒരു 500 രൂപ നോട്ട് എടുത്ത് തന്നു, വെറ്റ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ താമ്പൂല ആരൂഢം എടുക്കാൻ വേണ്ടിയിട്ട് വെറ്റ ചോദിച്ച് വാങ്ങണം. എണ്ണാതെ കുറച്ച് വെറ്റ എടുക്കാൻ പറയണം. അങ്ങനെ ചെയ്യാവൂ. അല്ലെങ്കിൽ അവർ എണ്ണി വെച്ചിരിക്കുന്ന വെറ്റ നമ്മൾ അതുപോലെ അങ്ങ് വാങ്ങാതിരിക്കുന്നത് നല്ലത്. ആ നിങ്ങൾ വച്ചയ്ക്കുന്ന വെറ്റയിൽ നിന്ന് ഒരു കെട്ട് വെറ്റ എണ്ണാതെ എടുക്കാൻ പറയണം. ആ വെറ്റയെ നമ്മൾ സൂക്ഷിക്കണം. ആ വെറ്റയാണ് 8 വെറ്റ എന്ന് പറഞ്ഞ വെറ്റില. 8 വെറ്റില. അത് ആചാര്യഭരണത്തിൽ കൂടി തന്നതുകൊണ്ട് അത് മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് എഴുതി വാങ്ങാം. അങ്ങനെ വാങ്ങണേനും കുഴപ്പമില്ല, ചോദിച്ച് വാങ്ങണേനും തെറ്റൊന്നുമില്ല. ആചാര്യഭരണത്തിൽ ഇങ്ങനെ ഒരു കെട്ട് വെറ്റ എടുത്ത് തന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു അവരിങ്ങോട്ട്, വെറ്റ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, എടുക്കട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എണ്ണാതെ കുറച്ച് എടുക്കാൻ പറഞ്ഞപ്പോൾ എണ്ണാതെ കുറച്ചെടുത്തു. ആ വെറ്റിലയെ തന്നെ താമ്പൂല ആരൂഢത്തിന് ഉപയോഗിക്കുന്നു. എഴുതിക്കൊള്ളണം. താമ്പൂല ആരൂഢത്തിൽ വെറ്റില 8, ആചാര്യഭരണത്തിൽ ആചാര്യഭരണ സമയത്ത് താമ്പൂലം എടുക്കട്ടോ എന്ന് ചോദിച്ചു. താമ്പൂലം എടുക്കട്ടോ എന്ന് ചോദിച്ചു. എണ്ണാതെ ഒരു കെട്ട് വെറ്റില എടുക്കാൻ പറഞ്ഞു. എണ്ണാതെ ഒരു കെട്ട് വെറ്റില എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തതാണ് 8 വെറ്റില. അങ്ങനെ എടുത്തതാണ് 8 വെറ്റില. ഈ വെറ്റില വച്ച് താമ്പൂല ആരൂഢം കണ്ടുപിടിക്കാം. ഈ വെറ്റില വച്ച് താമ്പൂല ആരൂഢം കണ്ടുപിടിക്കാം. താമ്പൂല ആരൂഢം കണ്ടുപിടിക്കാം. ഇനി കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു തരട്ടോ? ശ്രദ്ധിച്ചിരിക്കുമോ? യെസ് സർ. അതൊരു പ്രധാന കേസാണ്. താമ്പൂല ആരൂഢം നിങ്ങൾ ഇതിനു മുമ്പ് താമ്പൂലം എന്ന് കേട്ടോണ്ടോ? ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് അറിയണ്ടേ? ഇന്നത് പഠിക്കാം. വേണ്ടേ? പഠിക്കണ്ടേ? പഠിക്കണം. വേണം. അപ്പോൾ എൻ്റെ രീതി മനസ്സിലാക്കിക്കൊള്ളണം. താമ്പൂലം അവർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങണം. നമുക്ക് താമ്പൂലത്തിന് നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ താമ്പൂലത്തിന് എണ്ണാതെ ഒരു കെട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറയണം. അല്ലെങ്കിൽ അവർ എണ്ണി വച്ചേക്കും. ചില ആൾക്കാർ അറിയാവുന്ന ആളുകളുണ്ട്, പറഞ്ഞു കൊടുക്കും, ഇടയിൽ ഇത്ര വെറ്റ എടുത്തു കൂടും, അപ്പോൾ ഇന്ന രാശി കിട്ടും എന്നുള്ള അവർക്ക് അറിയാം. അതിനെ വെട്ടാനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ചിലപ്പം ജ്യോത്സ്യന്മാരാരെങ്കിലും അവരിൽ തന്നെ ഉണ്ടാവും, താമ്പൂലത്തിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്ത് വച്ചേക്കും. അതിനെ ഒഴിവാക്കാനാണ് എണ്ണാതെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എണ്ണാതെ ഇങ്ങ് എടുത്താൽ മതി. ഒരു കെട്ടും കഴിയും. എത്ര എടുക്കണമെന്ന് ചോദിക്കാം. അത് വേണ്ട, എണ്ണാതെ ഇങ്ങ് എടുത്താൽ മതി, എടുക്കുക, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അങ്ങനെ എടുത്തപ്പോൾ 8 വെറ്റില. ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയായി? 8 2 16. അപ്പോഴെന്തായി? 16 80. 80. അതിലേക്ക് ഒരു കാര്യം ചെയ്താൽ പോലെ പല സൈഡ് 2 കൊണ്ട് 5 കൊണ്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? 10 കൊണ്ട് ചെറിയ അർത്ഥമെറ്റിക്ക് 10 കൊണ്ട് വിളിച്ചു. 10 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു 0 കേട്ടാ പോലെ മതി. പോരെ? എന്നിട്ട് 1 കൂട്ടണം. അപ്പോഴെത്രയായി? 81. അതായത് വെറ്റയുടെ സംഖ്യയുടെ റൈറ്റ് സൈഡിൽ 1 ഇട്ടാൽ മതി. എത്ര? നിങ്ങൾ 2 കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. അതൊക്കെ ഇരുന്നോട്ടെ, അതൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടാൽ മതി. 2 കൊണ്ട് ഗുണിച്ച് അതിനെ 5 കൊണ്ട് ഗുണിച്ച് 1 കൂടി കൂട്ടുക ഇരിക്കട്ടെ.
നമുക്ക് എളുപ്പ വഴി 250 വെറ്റ കിട്ടിയാലും 250ന്റെ റൈറ്റ് സൈഡിൽ ഒന്നുകൂടി കിട്ടാൻ മതി തീർന്നു. വെറ്റയുടെ സംഖ്യയുടെ റൈറ്റ് സൈഡിൽ ഒന്നിടുക. അപ്പോൾ എത്രയായി? 81 എഴുതിക്കൊള്ളണം. താമ്പൂല സംഖ്യ 8 അല്ലേ? 8 ഗുണം 2 സമം 16. 8 ഗുണം 2 സമം 16. അടുത്ത ലൈനിൽ 16 ഗുണം 5 സമം 80. 16 ഗുണം 5 സമം 80. അടുത്ത ലൈനിൽ 80 പ്ലസ് 1 സമം 81. 80 പ്ലസ് 1 സമം 81. അതായത് താമ്പൂല സംഖ്യയുടെ കൂടെ ഒന്നുകൂടെ ചേർക്കുക. താമ്പൂല സംഖ്യയോട് ഒന്നുകൂടെ ചേർക്കുക. ഇതിനുണ്ട് എക്സാമ്പിൾ കൂടെ എഴുതിക്കൊള്ളണം. സംശയം വന്നാൽ സംശയം തീർക്കാൻ. താമ്പൂലം 15 താമ്പൂലമാണെങ്കിൽ 151. 15 താമ്പൂലമാണെങ്കിൽ 151. 15 താമ്പൂലമാണെങ്കിൽ 151. അടുത്ത ലൈനില് 24 താമ്പൂലമാണെങ്കിൽ 241. 24 താമ്പൂലമെങ്കിൽ 241. മുപ്പത്തി 39 താമ്പൂലമെങ്കിൽ 391. 39 താമ്പൂലമെങ്കിൽ 391. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് പറഞ്ഞത്. എക്സാമ്പിൾ എഴുതുമ്പോഴേ ക്ലിയർ ആയിട്ട് പിക്ചർ പിന്നെ ക്ലിയർ ആവും. സാറേ എന്തിനാ ഇങ്ങനെ പിന്നെ 2 ഇൻറ്റു 5 ഇൻറ്റു അങ്ങനെ കൊടുത്തെന്താ? 10 കൊണ്ട് കുടിച്ച പോരെ? അല്ലെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ 2 ഇൻറ്റു 5 എന്ന് എഴുതുന്നത്? 5 എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെന്നും 2 എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനെയും ചന്ദ്രനെയും ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. അതാണ് അങ്ങനെ പറയുന്നത്. ഇതാണ് പഴയ ആളുകൾ പറയുന്നത്. താമ്പൂല ആരൂഢം എടുക്കുന്നതിൽ വലിയ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടെന്ന്. ഇതാണ് കാൽക്കുലേഷൻ. ഇനിയിപ്പോ സംഖ്യ എത്ര കിട്ടി? 81 അല്ലേ? 81 അല്ലേ? അതെ സർ. 81. നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എഴുതിയത് വേറെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയതാണ്. അങ്ങനെ എഴുതി പഠിച്ചാലേ പറ്റുള്ളൂ. ആദ്യം പഠിക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇതൊന്നും വേണ്ട, നമുക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറയും. അത്ര നിങ്ങൾക്ക് സ്മാർട്ട് ആവും. അത് വേറെ വിഷയം. സ്മാർട്ട് ആയതിനു ശേഷം പിന്നെ ഇതൊന്നും വേണ്ടി വരില്ല. താമ്പൂല സംഖ്യ 81. 81നെ 7 കൊണ്ട് ഭാഗിച്ച് ശിഷ്ടം എടുത്ത് നോക്കണം. 81 കൊച്ചുകുട്ടികൾ ഭാഗിക്കണം. കാൽക്കുലേറ്ററിൽ അടിക്കരുത്, അതിന് പിന്നെ സംഖ്യയിലേ വരുള്ളൂ. ദശാംശ സംഖ്യയിലേ വരുള്ളൂ. കാൽക്കുലേറ്റർ അടിച്ചാൽ ദശാംശത്തിലേ കിട്ടുള്ളൂ. 4 കിട്ടും. 4 കിട്ടി. 7 11 77. 77 പോയിട്ട് ശിഷ്ടം 4. ശിഷ്ടം 4 എഴുതിക്കണം. ശിഷ്ടം സമം 4. 7 കൊണ്ട് ഗുണിക്കുന്നത് എന്തിന്? 7 ഗ്രഹങ്ങളെയാണ് 7 കൊണ്ട് ഗുണിക്കുന്നത്. സൂര്യാദി ഗ്രഹങ്ങൾ 7. രാഹുകേതു വേണ്ട. അതാണ് 7 കൊണ്ട് ഭാഗിക്കാൻ കാര്യം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അങ്ങനെ 7 ഉണ്ട്. ശിഷ്ടം 4. ശരിയല്ലേ? ശിഷ്ടം 4 അല്ലേ? ശിഷ്ടം 1 താമ്പൂല ഗ്രഹം സൂര്യൻ എഴുതിക്കൊള്ളണം. ശിഷ്ടം 1 താമ്പൂല ഗ്രഹം സൂര്യൻ. ശിഷ്ടം 1 താമ്പൂല ഗ്രഹം സൂര്യൻ. ശിഷ്ടം 2 താമ്പൂല ഗ്രഹം ചന്ദ്രൻ. ഡിറ്റോ ഇട്ട് വിട്ടാൽ മതി. താഴെ ഡിറ്റോ ഇട്ട് ശിഷ്ടം 2 ഡിറ്റോ ഇട്ടിട്ട് താമ്പൂല ഗ്രഹം ഇട്ടാൽ മതി. ചന്ദ്രൻ ഡിറ്റോ ഇട്ട് വിട്ടാൽ മതി. അല്ല എഴുതാൻ സമയമില്ല. 3 ചൊവ്വ. 4 ബുധൻ. 5 വ്യാഴം. 6 ശുക്രൻ. 7 ശനി.
മനസ്സിലായോ? ഇത് 7 പഠിക്കാൻ വരുമ്പോ എളുപ്പമല്ലേ? ശിഷ്ടം വരില്ല, 0 വരുള്ളൂ. 7 ശിഷ്ടം വന്നില്ലെങ്കിൽ ശിഷ്ടം 0 വന്നാൽ 7 എടുക്കണം. 7 തന്നെ. ഓക്കെ. ശിഷ്ടം 0 ബ്രാക്കറ്റ് എടുക്കണം. ശിഷ്ടം 0-ന് 7 എടുക്കുക. ബ്രാക്കറ്റ് എഴുതിക്കൊണ്ട് അത് പറഞ്ഞത് ഉപകാരമായി. അല്ലെങ്കിൽ ഒരു സംശയമായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ താമ്പൂല ഗ്രഹം കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. താമ്പൂല ഗ്രഹം ബുധൻ അല്ലേ? താമ്പൂല ഗ്രഹം പ്രശ്നത്തിൽ താമ്പൂല ഗ്രഹം ബുധൻ എഴുതിക്കൊള്ളണം. പ്രശ്നത്തിൽ താമ്പൂല ഗ്രഹം ബുധൻ. ബുധൻ നിൽക്കുന്ന രാശി താമ്പൂലാരൂഢം. അടിയിൽ വരച്ചോളണം. ബുധൻ നിൽക്കുന്ന രാശി താമ്പൂലാരൂഢം. ബുധൻ നിൽക്കുന്ന രാശി ഏതെന്ന് നോക്കണം. ധനുവാണ് താമ്പൂലാരൂഢം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് അറിഞ്ഞുകൂടാന്ന് ആരും പറയരുത്. താമ്പൂല എന്ന് വെച്ചാൽ എന്തോന്ന്, താമ്പൂല ഗ്രഹം എന്ന് വെച്ചാൽ എന്തോന്ന്, താമ്പൂല സംഖ്യ എന്തോന്ന്, താമ്പൂല ആരൂഢം എന്തോന്നുള്ള മനസ്സിലാക്കി പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? താമ്പൂല ആരൂഢം എടുക്കുന്ന മനസ്സിലായോ? മനസ്സിലായി സാർ. എങ്ങനെ മനസ്സിലായി സാർ. മനസ്സിലായി. ഇനി നമുക്ക് ഇതുപോലെ അടുത്ത എക്സാമ്പിൾ ഇടുമ്പോഴും നമുക്ക് പറഞ്ഞുതരാം. പേടിക്കൊന്നും വേണ്ട. അടുത്ത എക്സാമ്പിൾ എക്സാമ്പിളിലും പറഞ്ഞു തരും. പേടിക്കൊന്നും വേണ്ട ആരും. ഇനി പ്രശ്ന സമയത്തെ സ്ഫുടം ലഗ്നം മീനം 26 ഡിഗ്രി 36 മിനിറ്റ് 16 സെക്കൻഡ്. 26 ഡിഗ്രി മുകളിലൊരു 0 ഇട്ടാൽ മതി. ഡിഗ്രി എന്നൊന്നും കിടന്ന് എഴുതരുത്. 36 മിനിറ്റ് മുകളിലൊരു 1 വര, 16 സെക്കൻഡ് മുകളിൽ 2 വര. ലഗ്നം മീനം 26 ഡിഗ്രി 36 മിനിറ്റ് 16 സെക്കൻഡ്. ചന്ദ്രൻ ചിങ്ങം 11 ഡിഗ്രി 0 മിനിറ്റ് 5 സെക്കൻഡ്. ഇനി മാന്നി, വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണമെന്നില്ല. മാന്നി മിഥുനം 22 ഡിഗ്രി 15 മിനിറ്റ് 14 സെക്കൻഡ്. സാർ സ്ഫുടം എത്രയാ പറഞ്ഞു സാർ? ഇവിടെ 3 എണ്ണമേ പറഞ്ഞോളൂ. ലഗ്നവും ചന്ദ്രനും മാന്യേ പറഞ്ഞോളൂ. വേറെ ഒന്നും വേണമെന്നുള്ള നിർബന്ധമില്ല. ഇനി നമുക്ക് പ്രശ്നം ചിന്തിക്കണം. ഇനി നിമിത്തങ്ങൾ വേണ്ടേ? വന്ന സമയത്ത് നിമിത്തങ്ങൾ വേണം. സമയത്ത് എഴുതിക്കണം. നിമിത്തങ്ങൾ എഴുതിക്കണം. സമയത്ത് 2 പുരുഷന്മാർ വന്നിരുന്നു. രണ്ടുപേരും ക്ഷേത്രത്തിന്റെ പ്രധാനിമാരാണ്.
പ്രശ്ന ദിവസം 6 പുരുഷന്മാർ വന്നിരുന്നു. 6 പുരുഷന്മാർ വന്നിരുന്നു. പേരും ക്ഷേത്ര ഭാരവാഹികളാണ്. 6 പേരും ക്ഷേത്ര ഭാരവാഹികളാണ്. രണ്ടുപേർ കടും ചുവപ്പ് വസ്ത്രം ധരിച്ചിരുന്നു. 2 പേർ കടും ചുവപ്പ് വസ്ത്രം ധരിച്ചിരുന്നു. കടും ചുവപ്പ് ഷർട്ട്. ബാക്കിയുള്ളവർ ഇളം നിറത്തിലുള്ള ഷർട്ട് ധരിച്ചിരുന്നു. പ്രസിഡന്റ് ശ്രീകുമാർ പൂരം നക്ഷത്രത്തിന്റെ പേരിൽ പ്രശ്നം വച്ചു. പ്രസിഡന്റ് ശ്രീകുമാർ പൂരം നക്ഷത്രത്തിന്റെ പേരിൽ പ്രശ്നം വച്ചു. മറ്റ് അനിഷ്ടതകളൊന്നുമില്ല. ഇത്രയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ എന്നെ ക്ഷണിക്കാൻ വന്ന ദിവസം 2 പുരുഷന്മാര്, പ്രശ്നത്തിന് 6 പുരുഷന്മാർ. എന്ത് മനസ്സിലാക്കാം? സാർ അവിടെ ദൂതവാക്യമില്ലേ? അങ്ങനെ പ്രധാന ദേവന്മാര് 2 പേരുണ്ടെന്ന് മനസ്സിലാക്കാം. ബാക്കി ഉപദേവന്മാരെല്ലാം കൂടി ചേർത്ത് 6 പേരുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഇവിടെ കിട്ടും. 1 2 3 4 5 6 തന്നെ, കറക്റ്റ് 6. അത് 6 പേര്, അത് കറക്റ്റ് ആയിരിക്കും. പ്രധാന ദേവന്മാര് 2 പേര്. അത് ഏതൊക്കെ എന്നുള്ള കണ്ടിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയുന്നില്ല. അല്ലാതെ ഉപദേവന്മാരെ കൂട്ടിയപ്പോൾ 6 പേര് കറക്റ്റ് ആവുന്നു. 6 പേരെ കൂടെ സ്ഥാനം കൊടുക്കേണ്ടി വന്നു. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പ്രശ്നം ചിന്തിക്കാം. പ്രശ്നം ആദ്യം നമ്മൾ ഏതെടുക്കണം? നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ സ്വർണ്ണാരൂഢവും എടുക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പ്രശ്നത്തിൽ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൃഷ്ഠാസമയ ആരൂഢം, സ്വർണ്ണാരൂഢം, താമ്പൂലാരൂഢം, ഛത്രരാശി, വീതിരാശി, ലഗ്നരാശി, ലഗ്ന നവാംശകം, ചന്ദ്രരാശി, ബാധാചിന്തകള്, താമ്പൂലാരൂഢം, പിന്നെ ത്രിസ്ഫുടം, ചതുഷ്ഫുടം, പ്രാണസ്ഫുടം, ദേഹസ്ഫുടം, ഇങ്ങനെ കുറച്ച് സ്ഫുടങ്ങള്, പഞ്ചമകാസൂത്രങ്ങള്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സ്വർണ്ണാരൂഢം, ഒന്ന് പൃശ്ചാസമയാരൂഢം, ഇനി ഒന്ന് താമ്പൂലാരൂഢം. ബാക്കി ബാധാചിന്തകളും ഗ്രഹനിലകളുമാണ് ആവശ്യം. ബാധാചിന്ത, ഗ്രഹനില, ഭാവചിന്ത, ഇതാണ് ആവശ്യം. ഇത്രയുമേ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് നിമിത്തങ്ങളും കാര്യങ്ങളൊക്കെ വരും. ബാക്കിയുള്ളതൊക്കെ ലെസ് എഫക്റ്റുകളേ ഉള്ളൂ. അപ്പോഴാദ്യം നമുക്ക് നോക്കേണ്ടത്
സമയവിശേഷം നോക്കണം. വിളിക്കാൻ വന്ന സമയം 11:52 വന്നത്. ആ സമയത്തിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? നമ്മൾ പഠിച്ചല്ലോ, എല്ലാം പഠിച്ചല്ലോ, നേരത്തെ പഠിച്ചിട്ട് വന്നതല്ലേ? 11:52. അഭിജിത്താണ്. എങ്ങനെ? അഭിജിത്താണോ സാർ? അഭിജിത്ത് അല്ലേ? അഭിജിത്ത് തുടങ്ങിയില്ല. കറക്റ്റ് ടൈം അനുസരിച്ച് അഭിജിത്ത് തുടങ്ങിയില്ല. അഭിജിത്ത് 12:10 കഴിയുമ്പോഴേ അഭിജിത്ത് തുടങ്ങുന്നു. അത് ഞാൻ നോക്കി, അഭിജിത്ത് മുഹൂർത്തമായില്ല. സാറേ പ്രാന്നം അപരാന്നം മധ്യാഹ്നം സായാഹ്നം സൂര്യ ഉദയം വളരെ ലേറ്റാണ്. അപ്പോൾ അഭിജിത്ത് തുടങ്ങിയില്ല. ഇപ്പൊ ചോദിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ചോദിച്ചത്. എനിക്ക് സംശയമെന്ന് ഞാൻ നോക്കി, അഭിജിത്ത് തുടങ്ങിയോ എന്ന് നോക്കി. ഒന്ന് സൂര്യ ഉദയം ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ സൂര്യ ഉദയം ലേറ്റാണ്. അപ്പൊ സൂര്യ ഉദയം ലേറ്റ് ആകുമ്പോഴും മിഡ് ടൈം മാറും, മധ്യാഹ്ന സമയം മാറും. അഭിജിത്ത് ആയില്ല. നക്ഷത്ര ഗണ്ടാന്തത്തിലല്ലേ സാറേ പ്രശ്നം വന്നിരിക്കുന്നത്? ഞാൻ ആയില്യ നക്ഷത്രം 58 നാഴികാന്ന് എഴുതി. എന്തിനങ്ങനെ എഴുതിയാൻ കാര്യം എന്താണ് പറഞ്ഞു നോക്കണം. ഇപ്പൊ പറഞ്ഞ ആള് തന്നെ പറയണം. ആയില്യ നക്ഷത്രം ആകുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാന നാഴിക എന്ന് പറയുന്നത് ഗണ്ടാന്ത അതാണ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്. അതിലൊക്കെ ഒരുപാട് കാര്യം. ഗണ്ണാന്ത നക്ഷത്രമാണ്, ഗണ്ണാന്ത സമയമാണ്. നക്ഷത്രം തീരാൻ പോകുന്നു. അപ്പോഴാദ്യം സമയ സംബന്ധമായ 11:52 ആകുമ്പോൾ ഏത് അന്നം വരും? നമുക്ക് ഒരു ദിവസം 5 അന്നം: പ്രാന്നം, പൂർവാന്നം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം. ആദ്യത്തെ 2 അന്നം, ഒരു അന്നത്തിന് 2:24 2 മണിക്കൂർ 24 മിനിറ്റ്. 4 മണിക്കൂറും 48 മിനിറ്റ്. 4 മണിക്കൂറും 48 മിനിറ്റ് 6:30, ഉദയം 6:30 ഇടുക. ശരാശരി 6:30 ഇട്ട് കഴിഞ്ഞാൽ 6 × 4 = 10. 11 കാലാകുമ്പോൾ 2 അന്നവും കഴിഞ്ഞു. ഇത് മധ്യാഹ്ന സമയമാണ്. പൃശ്ച മധ്യാഹ്ന സമയത്തായിരുന്നു. 11:52 മധ്യാഹ്ന സമയത്തായിരുന്നു. എഴുതിക്കൊള്ളണം. പൃശ്ച മധ്യാഹ്ന സമയത്തായിരുന്നു. അല്പം താമസിച്ചു പോയി. രാവിലെയാണ് പ്രശ്നത്തിന് ഉചിതമായ സമയം. രാവിലെയാണ് പ്രശ്നത്തിന് ഉചിതമായ സമയം. രാവിലെയാണ് പ്രശ്നത്തിന് ഉചിതമായ സമയം. അല്പം കൂടി മുൻപ് ചെയ്യേണ്ട പ്രശ്നമായിരുന്നു എന്ന് സാരം. അല്പം കൂടി മുൻപ് ചെയ്യേണ്ട പ്രശ്നമായിരുന്നു എന്ന് സാരം. ഇനി അടുത്ത തിഥി വിശേഷം. സാറ് ആരുടെ സ്പീക്കർ ഓൺ ആണോ? ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നു. ആരുടെ സ്പീക്കർ ഓൺ? ഒന്നുകൂടെ പറയണം, കേട്ടില്ല. സാർ ആരുടെ സ്പീക്കർ ഇവിടെ ഓൺ ആണ്. ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി നേരമായിട്ട് ഡിസ്റ്റർബൻസ് ഇങ്ങനെ വരുന്നു സാറേ. ക്ലിയർ ആവുന്നില്ല ഈ പറയുന്നത്. അവർ ഓൺ ചെയ്ത് വെച്ചിരുന്നു. പറഞ്ഞപ്പോഴേ മ്യൂട്ട് ആക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അടുത്തിനി തിഥി വിശേഷം. തിഥി എന്താണ്? കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? പിതൃപക്ഷം എന്നർത്ഥം. കൃഷ്ണപക്ഷം എന്നത് പിതൃപക്ഷമാണ്. ഒന്നിനൊന്നിന് തിഥി ഐശ്വര്യ എഴുതിക്കണം. തിഥി ഐശ്വര്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. തിഥി ഐശ്വര്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. കൃഷ്ണപക്ഷം പിതൃപക്ഷമാണ്.
കൃഷ്ണപക്ഷം പിതൃപക്ഷമാണ്. പിതൃക്കൾക്ക് പ്രാധാന്യം ദേവ ചൈതന്യം ഇല്ല എന്നർത്ഥം. പിതൃക്കൾക്ക് പ്രാധാന്യമാണ്, ദേവചൈതന്യം ഇല്ല എന്നർത്ഥം. ഇത് അപ്പൊ മനസ്സിലായോ? കൃഷ്ണപക്ഷത്തിൽ വന്നു ദേവചൈതന്യം ഇല്ലാന്ന് തന്നെ അങ്ങോട്ട് കൂട്ടാൻ പറ്റുമോ? ചൈതന്യ കുറവ് എന്നർത്ഥം. ദേവചൈതന്യം എന്നർത്ഥം കുറവ് എന്നർത്ഥം. അല്ലെ? എന്നർത്ഥം. ഓക്കെ. ദേവചൈതന്യം ചന്ദ്രന് കുറവായിരിക്കണം. ചന്ദ്രന് ബലം ദേവചൈതന്യം കുറവാണ്. അത് പറയുന്നതിന് ചന്ദ്രന് മുമ്പേ ബലം കുറഞ്ഞു. ഗ്രഹനിലയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിനകത്ത് വച്ചേക്കണം. ഞാനിത് പറയേണ്ട കാര്യം ഞാൻ ഗ്രഹനില നോക്കിയിട്ടാണ് പറയുന്നത്. ഗ്രഹനിലയിൽ അതിനൊക്കെയുള്ള സാധനങ്ങളുണ്ട്. കൃഷ്ണപക്ഷമാകുമ്പോൾ ചന്ദ്രന് ബലം കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ സാർ. മാന്നി ഇവിടെ നിൽക്കാൻ നോക്കണം. മാന്നി എത്രാം ഭാവത്തിൽ നിൽക്കണേ? 10ാം ഭാവത്തില്. 10 എന്ന് വെച്ചാൽ കേന്ദ്രമല്ലേ? അതെ. കേന്ദ്രത്തിൽ മാന്നി നിന്നാൽ മാന്നി പ്രേതത്തിന്റെ ഒരു ആരാധന അവിടെ ഉണ്ടെന്നർത്ഥം. ഇനി നമ്മുടെ സ്വർണ്ണാരൂഢത്തിൽ മാന്നി എവിടെ എത്രയും ഭാവത്തിൽ നിൽക്കണം നോക്കണം. 4 സർ. 4 കേന്ദ്രം, അവിടെയും രണ്ടിടത്തും വന്നിട്ടുണ്ട്. മാന്നി പ്രേത ആരാധന ഉണ്ട്. ഇതും കൂടി നോക്കിയിട്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതാണ് ഈ കൃഷ്ണപക്ഷം എന്ന് വെച്ചാൽ പിതൃപക്ഷം. അത് വരികയും ചെയ്തു, മാന്നി കേന്ദ്രത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. കേന്ദ്രത്തിൽ മാന്നി വന്നാൽ എന്തോ ഒരു പ്രേത ആരാധന അവിടെ ഉണ്ട് എന്നർത്ഥം. അതെന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അത് രണ്ടാമത്തെ ജോലി. ഇതും കൂടി നോക്കിയോണം. അതാണ് അതിന്റെ ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത്. പ്രേതാരാധന ഉണ്ട് എന്നർത്ഥം. മാന്നി കേന്ദ്രത്തിൽ കൂടി നോക്കിയപ്പോൾ ഐശ്വര്യ സമൃദ്ധി ഇല്ല, ഈശ്വര ചൈതന്യം കുറവെന്നർത്ഥം. അതിന്റെ കാരണം എന്തോ ഒരു അതുകൂടി എഴുതിക്കൊള്ളണം. 2 ഗ്രഹനിലകളിലും മാന്നി കേന്ദ്രത്തിലാണ്. അപ്പോൾ പ്രേതാരാധന ഉണ്ട് എന്നർത്ഥം. 2 ഗ്രഹനിലകളിലും മാന്നി കേന്ദ്രത്തിലാണ്. ഗ്രഹനിലകളിലും മാന്യ കേന്ദ്രത്തിലാണ്. പ്രേതാരാധന ഉണ്ട് എന്നർത്ഥം. സാറ് ഒന്ന് ചോദിച്ചോട്ടെ, പ്രേതാരാധന എന്ന് പറഞ്ഞാൽ എന്താ സാറേ? പ്രേതാരാധന എന്ന് പറഞ്ഞാൽ എന്താ സാറേ? പ്രേത ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതാത്മാക്കളായിട്ടുള്ള എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു അവധൂതൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയ ഒരു പോറ്റിയുടെ പ്രസൻസ് അവിടെ ഉണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുമ്പോഴേ പറ്റുള്ളൂ. അവർക്കൊക്കെ അവിടെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മതി. ഇവർക്ക് പടുക്ക ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ കണ്ടിട്ടില്ല? ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ലേ? മന്ത്രമൂർത്തി, യോഗീശ്വരൻ, മറുത, ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നില്ലേ? അതാണ് പ്രേതാരാധന എന്ന് ഉദ്ദേശിക്കുന്നത്. മനുഷ്യാത്മാക്കളെ വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചുകൂടാ. ദേവാലയേത് പ്രേതസ്യ പ്രതിഷ്ഠ നൈവ കാരയേൽ. പ്രേതപ്രതിഷ്ഠ പാടില്ല. അത് പ്രതിഷ്ഠിക്കാനും പാടില്ല, സങ്കല്പിച്ചു കൊടുക്കാനും പാടില്ല. ഇനി തിഥിയുടെ കാരകന്മാർ സൂര്യനും ചന്ദ്രനും എഴുതിക്കൊള്ളണം. തിഥിയുടെ കാരകന്മാർ സൂര്യനും ചന്ദ്രനും. അവർ പരസ്പരം കേന്ദ്രത്തിലാണ്. അവർ പരസ്പരം കേന്ദ്രത്തിലാണ്.
സൂര്യചന്ദ്രന്മാർ പരസ്പരം കേന്ദ്രത്തിൽ വന്നാൽ, ലഗ്നത്തിന് വേണ്ട, ഇവര് പരസ്പരം കേന്ദ്രത്തിൽ നിന്നാൽ മതി. സൂര്യചന്ദ്രന്മാർ പരസ്പരം കേന്ദ്രത്തിൽ നിന്നാൽ വിനയ വിത്ത ജ്ഞാനദി നൈപുണ്യാദികൾ ഇല്ല എന്നർത്ഥം. വിനയ സൂര്യചന്ദ്രന്മാർ പരസ്പരം കേന്ദ്രത്തിൽ വന്നാൽ വിനയ വിത്ത ജ്ഞാനം ബുദ്ധി നിപുണത എന്നിവ ശരിയായി ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം. എന്നിവ ശരിയായി ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം. സൂര്യനും ചന്ദ്രനും 4, 5, 10 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും 4, 5, 10 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സാറേ എന്ന അർത്ഥം കഴിഞ്ഞിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. എങ്ങനെ? സാറേ ഹലോ. 4, 5, 10 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പറയുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കണം. 4, 5, 10 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ എഴുതിയ മനസ്സിലായ? ലഗ്നമേത്? ലഗ്നമേത്? മേടമല്ലേ? മേടം. 4 കർക്കിടകത്തില് ചന്ദ്രൻ. അപ്പോഴൊന്ന് ചന്ദ്രൻ 4-ാം ഭാവപതി, സൂര്യൻ 5-ാം ഭാവപതി. അതാണ് 4, 5. അവർ നിൽക്കുന്നത് 4-ലും 10-ലുമായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് 4, 5, 10 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എഴുതിയത്. അതായത് ലഗ്നത്തിന് എണ്ണുമ്പോൾ ചന്ദ്രൻ 4-ാം ഭാവപതി 4 തന്നെ നിൽക്കുന്നുണ്ട്. സൂര്യൻ 5-ാം ഭാവപതി 10-ല് നിൽപ്പുണ്ട്. അപ്പോൾ 4, 5, 10 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. 4 എന്തോന്ന്? കെട്ടിട സമുച്ചയങ്ങൾ. 5 മന്ത്ര സാന്നിധ്യം. 10 പൂജകൻ ഉത്സവം എന്ന്. ഉത്സവത്തിന്റെ കാര്യമാണ് അവരൊക്കെ പ്രധാനമായിട്ട് അറിയേണ്ടതുമായിരുന്നത്. 4, 5, 10 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അടുത്ത ലൈനിൽ എഴുതണം. 5 പ്രധാനമായും മന്ത്ര സാന്നിധ്യമാണ്. 5 പ്രധാനമായും മന്ത്ര സാന്നിധ്യമാണ്. അഞ്ചിൽ ശനിയുടെ ദൃഷ്ടി. 5-ൽ ബാധകാധിപനായ ശനിയുടെ ദൃഷ്ടി. വ്യാഴത്തിന്റെ ദൃഷ്ടി. അഞ്ചിൽ ശനിയുടെ ദൃഷ്ടി, വ്യാഴത്തിന്റെ ദൃഷ്ടി. 5-ാം ഭാവപതി 10 മകരൻ രാശിയിൽ. 10 മകരൻ രാശിയിൽ മാന്യയോടൊപ്പം. 10 മകരൻ രാശിയിൽ മാന്യയോടൊപ്പം. ഈ പറഞ്ഞെല്ലാം ശരി തന്നെ? പറഞ്ഞതൊക്കെ ശരി തന്നെയോ? അതെ. അതായത് 5-ല് ബാധകാധിപനായ ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ ശനി അശുദ്ധിയുടെ ആള്, കുറവിന്റെ ആള്,
ഒക്കെയാണ്. അപ്പോൾ മന്ത്രത്തിന് അശുദ്ധിയുണ്ട്, കുറവുണ്ടെന്നർത്ഥം. മന്ത്രം ശരിയാ ഉപയോഗിച്ചു പോകുന്നില്ല. അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൂടി ഉണ്ട്. അപ്പോൾ മന്ത്രം ഉണ്ട്, ശരിയാ ഉപയോഗിക്കുന്നില്ല. ആ മന്ത്രത്തിന്റെ ആള് സൂര്യൻ 10 നിൽക്കുമ്പോൾ സൂര്യൻ 10 നിന്ന് കഴിഞ്ഞാൽ ലഗ്നത്തിന് അധോമുഖ രാശിയാണ്. സൂര്യൻ നിൽക്കുന്ന രാശിയും അതിന്റെ കേന്ദ്ര രാശിയും അധോമുഖ രാശിയല്ലേ? കേട്ടിട്ടുണ്ടോ? അതെ. സാറേ. അപ്പോൾ സൂര്യൻ ആർക്കാണ് അധോമുഖത്വം കൊടുക്കുന്നത്? ആരൂഢത്തിനും അതും ലഗ്നത്തിന് അധോമുഖത്വം കൊടുക്കുന്നു. ലഗ്നത്തിന്റെ കേന്ദ്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിന് സൂര്യൻ അധോമുഖത്വം കൊടുക്കുന്നു. അധോമുഖത്വം കൊടുക്കുന്ന സൂര്യൻ ആര്? 5-ാം ഭാവതി. അപ്പോഴും മന്ത്ര സാന്നിധ്യമാണ് അധോമുഖത്വം കൊടുക്കുന്നത്. മന്ത്രത്തിൽ എന്തോ ദോഷമുണ്ടെന്ന് അർത്ഥം. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. സൂര്യൻ 5-ാം ഭാവപതി, അത് ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നു. അപ്പൊ ലഗ്നത്തിന് അധോമുഖത്വം കൊടുക്കുന്നു എന്നർത്ഥം. മന്ത്രത്തിന് ദൃഷ്ടി 5-ാം ഭാവത്തിലേക്ക് നോക്കുന്ന ശനിക്ക് ഗുളിക ഭവനാധിപത്യം കൂടെ ഉണ്ട് സാറേ. ഗുളിക ഭവനാധിപത്യം വരുമ്പോൾ പ്രേതമന്ത്രങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. അതാണ് അങ്ങനെയാണ് എടുക്കേണ്ടത്. ആ ശനി ഗുളിക ഭവനാധിപനാണ്. ഗുളികൻ എന്ന് വെച്ചാൽ പ്രേതം, പ്രേതാരാധനയോടുകൂടിയുള്ള മന്ത്രങ്ങൾ എന്തൊക്കെ അവിടെ ഉപയോഗിച്ചു പോകുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. എഴുതിക്കൊള്ളണം. ശനി ഗുളിക ഭവനാധിപൻ കൂടെയാണ്. ഗുളിക ഭവനാധിപൻ കൂടെയാണ്. അങ്ങനെയുള്ള ശനിയുടെ ദൃഷ്ടി 5-ൽ വരുന്നത് പ്രേതബന്ധമുള്ള മന്ത്രം ഉപയോഗിക്കുന്നു എന്ന് സാരം. പ്രേതബന്ധമുള്ള മന്ത്രം ഉപയോഗിക്കുന്നു എന്ന് സാരം. ശനിയുടെ ദൃഷ്ടി 5-ൽ വരുന്നത് അന്യമന്ത്ര പ്രയോഗമാണ്. ശനിയുടെ ദൃഷ്ടി 5-ൽ വരുന്നത് അന്യമന്ത്ര പ്രയോഗമാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി 5-ൽ വരുന്നത് ശൈവമന്ത്രത്തിന്റെ ലക്ഷണമാണ്, ശൈവമന്ത്ര പ്രയോഗമാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി 5-ൽ വരുന്നത് ശൈവമന്ത്ര ഉപയോഗമാണ്. ഇനി 5-ാം ഭാവം ഏത് രാശിയാണ്? ചിങ്ങൻ രാശിയല്ലേ? അഞ്ചാം ഭാവം ചിങ്ങൻ രാശിയല്ലേ എന്ന് ചോദിച്ചു. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ സ്വരൂപം എന്താണ്? പറയണം. തീഷ്ണ, ഉലഹനു, വിശാലവദന, ചിങ്ങനേഷ്ണ, അൽപാത്മജ, ശത്രു ഉഷ്ണ ഉദര ദന്തമാനസരുജ, കുപ്യതി അകാര്യ ചിരം. കുപ്യതി അകാര്യ ചിരം എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ കാര്യം പോലും മനസ്സിനകത്ത് വാശി സൂക്ഷിക്കുക. അപ്പോഴ് ആരടുത്തുമൊക്കെ ഉള്ള വൈരാഗ്യം മന്ത്രത്തിൽ തീർക്കുന്നു എന്നർത്ഥം. ചിങ്ങം രാശി ഗർവിന്റെ രാശിയാണ്. ഗർവിന്റെ രാശിയാണ്. വിരോധം മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന രാശി.
വിരോധം മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന രാശി. അടുത്ത സൈഡിൽ എഴുതിക്കൊള്ളും മന്ത്രദോഷം. ഈ മന്ത്രദോഷം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? മന്ത്രത്തിന് ദോഷം എന്ന് വെച്ചാൽ എന്താണ് ദോഷം എന്ന് ചോദിക്കുക. എന്തൊക്കെയാണ് ദോഷം സാധാരണയായിട്ട്? അല്ല എഴുതിക്കണം. ഇതെല്ലാം ഈ പറയുന്ന എല്ലാം വന്നുള്ള മൂലമന്ത്രം പറയാതിരിക്കുക, തെറ്റിച്ച് പറയുക. മൂലമന്ത്രം പറയാതിരിക്കുക, തെറ്റിച്ച് പറയുക, ധ്യാന ശ്ലോകം പറയാതിരിക്കുക, മന്ത്രത്തിന്റെ സംഖ്യ തികയ്ക്കാതിരിക്കുക, അന്യമന്ത്രം പറയുക, മനഃപൂർവ്വം തെറ്റിക്കുക, ധൃതിപ്പെട്ട് കയർത്ത് പറയുക, മന്ത്രത്തിന്റെ ചില വരികൾ മാത്രം പറയുക, ജനത്തോട് വൈരാഗ്യം വച്ച് മന്ത്രം പറയാതിരിക്കുക. വൈരാഗ്യം വച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറയൂല എന്നുള്ള രീതിയിൽ വൈരാഗ്യത്തിൽ തീർക്കുന്ന വൈരാഗ്യം വെച്ച് മന്ത്രം പറയാതിരിക്കുക. തന്ത്രിയിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുക. ഇതൊക്കെ മന്ത്രദോഷത്തിനെ സൂചിപ്പിക്കുന്നതാണ്. തന്ത്രിയിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുക, ഇതൊക്കെ മന്ത്രദോഷത്തെ സൂചിപ്പിക്കുന്നതാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. പോരെ? മതി, സമയം ഒരുപാടായി. ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ എക്സാമ്പിളിനെ തന്നെ കംപ്ലീറ്റ് നോക്കി തരാം. ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആയി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ടായിട്ട് തന്നേ പോകും. ശരി, മതിയല്ലോ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you.